കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ ആ കോഴിക്കുഞ്ഞുങ്ങൾ നേരെ ഭക്ഷണത്തിന് വേണ്ടി കൊത്തുന്നത് നിലത്തേക്കാണ്. ആരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളോട് നിലത്ത് കൊത്താൻ വേണ്ടി പറഞ്ഞത്? കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നതിന്റെ മുമ്പ് തള്ളക്കോഴി ക്ലാസ് എടുത്തു കൊടുത്തിട്ടില്ല. ഇതുപോലെ തിരിച്ചറിയുന്ന പേരിൽ ഒരു ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ടോ തള്ളക്കോഴി? ഇനി കോഴിക്കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് നിലത്ത് കൊത്തിയത്? അത് അല്ലാഹു തആല കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകിയൊരു അറിവാണ്. ഏകദേശം എല്ലാ ജീവികൾക്കും അതിൻ്റെ ജീവിതത്തിന് ആവശ്യമായ അറിവുകൾ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായ മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു തആല തന്നത് കേവലം അറിവല്ല, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ ബഹുമാനിച്ച് നമ്മെ ഉയർത്തിയത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നാം നല്ല അച്ചടക്കമുള്ളവരായി വളരണം. നല്ല അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വേണം. ആ അച്ചടക്കം ഉണ്ടാക്കലും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ വലിയവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഇളയവരോട് കരുണ കാണിക്കണം, മൂത്തവർ വരുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. പലരും ഇന്ന് മൂത്തവരെ കാണുമ്പോഴൊന്നും എഴുന്നേറ്റ് നിൽക്കാനുള്ള മനസ്സില്ല. പലരുടെയും തലകൾ മൊബൈൽ ഫോണിലാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പോ നമ്മൾ മൂത്തവരെ ബഹുമാനിക്കുന്നവരാകണം. അത് വലിയൊരു അച്ചടക്കം തന്നെയാണ്. അത് ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അത് ഉറപ്പിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദുമാരൊക്കെ മജീസിൽ ഉസ്താദ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ശിഷ്യൻ വന്നിട്ട് ഇങ്ങനെ കാലൊക്കെ പുറത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു വിദ്യാർത്ഥിക്ക് യോജിച്ചതല്ല, നമുക്ക് അറിയാമോ. അപ്പൊ ആദരിക്കേണ്ടവരെ നമ്മൾ ആദരിക്കണം, അതൊരു അച്ചടക്കമാണ്. അതുപോലെ തന്നെ ജീവിതത്തിന് നല്ല അച്ചടക്കം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതും കൂടിയാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഏത് മനഃശാസ്ത്ര ക്ലാസ്സുകളായാലും ഹസനി ഉസ്താദ് അതുപോലെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഷയം, ഏത് മനഃശാസ്ത്രമാണെങ്കിലും അതൊക്കെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അടങ്ങിയത് നിങ്ങളുടെ മുന്നിൽ പറയുന്നു എന്ന് മാത്രം. ഒന്നുകൂടി അത് വിശാലമാക്കി വിശദമാക്കി പറയുന്നു എന്ന് മാത്രം. അങ്ങനെയാണല്ലോ രണ്ട് ഇംഗ്ലീഷൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് വിശാലമാക്കി ഹസനി ഉസ്താദൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അതൊന്നുകൂടി ഭംഗിയാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ. കുറച്ച് രണ്ട് ഇംഗ്ലീഷ് പറയുമ്പോഴൊക്കെ അത് വലുതാവും അല്ലെ? അങ്ങനെയാണ്. പണ്ട് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു. ഉസ്താദ് നല്ല കഞ്ഞി ഇങ്ങനെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നല്ല കുറെ ഗ്ലാസ് അവിടെ ഒഴിച്ചു വെച്ചു. ചെറിയ പേരക്കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പാനോട് ചോദിച്ചു, ഉപ്പാപ്പ എന്താ? ഉപ്പാപ്പ പറഞ്ഞൊരു കഞ്ഞിയാണ്. കുട്ടികളൊക്കെ ചോദിച്ചാൽ കഞ്ഞി ഒറ്റൊന്നും കെടുക്കുന്നില്ല, കഞ്ഞി കുട്ടികൾക്കൊന്നും വേണ്ട. അങ്ങനെ പിറ്റേന്ന് എന്ത് ചെയ്തു? ഒന്നുകൂടി മൊഞ്ചാക്കി ആ കഞ്ഞിയെ മാറ്റി ഈ ഉപ്പാപ്പ ടേബിളിന്റെ മുകളിൽ വെച്ചു. നിറയെ ക്ലാസ്സിൽ നിറയെ നല്ല കഞ്ഞി വെച്ചു. അങ്ങനെ ഉപ്പാപ്പനോട് കുട്ടികൾ ചോദിച്ചു, ഉപ്പാപ്പ എന്താണിത്? ഉപ്പാപ്പ പറഞ്ഞു, ഇത് മക്കളെ റൈസ് ജ്യൂസാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളെല്ലാം ഓടി വന്നു, റൈസ് ജ്യൂസ് ഞങ്ങൾക്കും വേണം. എല്ലാം കുടിച്ച് സംഗതി കഞ്ഞി തന്നെയാണ്, പേരൊന്ന് മാറ്റിയതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നമ്മുടെ മനഃശാസ്ത്ര ക്ലാസ് ആയാലും ഒക്കെ പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചതേ യഥാർത്ഥത്തിൽ അതിലൊക്കെ ഉള്ളതുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് മൊബൈലിലായാലും മറ്റ് വിഷയങ്ങളിലായാലും കുട്ടികൾ തലകൊടുക്കുന്നത് അവർക്ക് സന്തോഷത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ സന്തോഷം നമ്മുടെ കൽബിൽ കിട്ടേണ്ടുന്ന മാർഗം അള്ളാഹു തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവാണ് നമ്മുടെ കൽബ് പടച്ചത്. ഈ കൽബ് പടച്ച അള്ളാഹു തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് കൊണ്ട് മാത്രമാണ്
മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടി നമുക്ക് ആനന്ദിക്കണമെങ്കിൽ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസവും അള്ളാഹുവിലേക്ക് തിരിയുന്ന മനസ്സും ഉണ്ടാകുന്നതിൻ്റെ പുറമെ നാം ഈ മാസത്തിൽ ഏറ്റവും കൂടുതലായി പറയുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഹൃദയം കൊണ്ട് അങ്ങേയറ്റം സ്നേഹിച്ച് അവിടുത്തെ ചര്യകളും കൂടി ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വിഷയങ്ങളും അതാണ് ഇന്ന് ലോകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്റഖൽ ബദ്ർ ചൊല്ലുന്ന സമയത്ത് നമ്മളൊക്കെ ചൊല്ലുന്ന ഒരു പദമാണ് അശ്റഖൽ ബദ്ർ ചൊല്ലുന്ന സമയത്ത് ഫാസ അബ്ദുൻ ഖത്തമല്ല വൻജല അൻഹുൽ ഹുമൂം. ഫാസ അബ്ദുൻ ഖത്തമല്ല, ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് സന്തോഷിക്കുന്നവർ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിക്കുന്ന ആളുകൾക്ക് വിജയമാണ്. എന്നോട് എൻ്റെ ഒരു പരിചയക്കാരൻ കൂടിയായ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കൂടിയായ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പെൺകുട്ടികൾ ഇന്ന് പ്രണയത്തിൽ കുടുങ്ങി, എത്രയോ പെൺകുട്ടികൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പോഴത്തെ പരിപാടി എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക, എന്നിട്ട് ആണ് പെണ്ണിനെ കൊല്ലുക. സാധാരണ പറയാറുണ്ട് സ്നേഹിച്ചു കൊല്ലുക, അതിന് ശരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രണയിച്ചിട്ട് കൊല്ലുകയാണ്, പെൺകുട്ടികളെ കൊല്ലുകയാണ്. പ്രണയ കേസുകൾ 90% പരാജയത്തിലാണ് അല്ലെ. പ്രണയിച്ചിട്ട് എന്ത് ചെയ്യും? എന്തോ അവരുടെ ചിരി കണ്ട് അല്ലെ അവരുടെ സംസാരം കണ്ട് പ്രണയിച്ച് അവസാനം കൊന്നുകളയുന്ന അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തന്നെ തകർന്നു പോകുന്ന ഒരു കാലം. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു, പ്രണയ കേസുമായി എൻ്റെ അടുത്ത് എത്തുന്ന എത്രയോ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവരുടെ മനസ്സിലേക്ക് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം വിട്ടിട്ട് അവരെ ആ പ്രണയത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് അള്ളാഹുവിനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹബീബായ തങ്ങളെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിന് കിട്ടേണ്ടത് കിട്ടിയാൽ മനസ്സ് പിന്നെ വേറെ ഒന്നിനും പ്രണയിക്കൂല. അതുകൊണ്ട് പ്രണയിക്കേണ്ട, സ്നേഹിക്കേണ്ട ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നാം പഠിക്കുകയും വായിക്കുകയും നമ്മുടെ മനസ്സിൽ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം കൂട്ടുകയും എന്നിട്ട് അതിൽ ആസ്വദിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ഫാസ അബ്ദുൻ ഖത്തമല്ല, റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ആസ്വദിച്ച ആളുകളൊക്കെ വിജയിച്ചിരിക്കുന്നു. വൻജല അൻഹുൽ ഹുമൂം, അവരുടെ ടെൻഷൻ മുഴുവനും അത് മുഖേന നീങ്ങിപ്പോകുമെന്ന് സാധാരണ നാം ഓതാറുള്ള അശ്റഖ ബൈത്തിൽ തന്നെ നാം ചൊല്ലാറുള്ള വിഷയവും കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്കും ഹബീബായ തങ്ങളിലേക്കും നമ്മുടെ മനസ്സ് കൊണ്ടുവരികയും നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും മറ്റ് നമുക്ക് ആവശ്യമായ നല്ല നല്ല പോയിന്റുകൾ ഉസ്താദ് പറഞ്ഞു വരുമ്പോൾ നമ്മളൊക്കെ അത് നോട്ട് ചെയ്ത് വെച്ച്, വെറും നോട്ട് ചെയ്ത് വെച്ചാൽ പോലെ അത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയും ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത് ശീലിപ്പിച്ചു കൊണ്ടുവരാനും കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. മനഃശാസ്ത്ര ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഉസ്താദ് കൂടിയാണ്, നമ്മുടെ പരിസരങ്ങളിലൊക്കെ വരാറുണ്ട് സത്താർ ഉസ്താദ് അവറുകൾ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരിച്ചറിവ് മനഃശാസ്ത്രപരമായി നമ്മോട് സാരസമ്പൂർണമായി അവതരിപ്പിക്കുന്ന കേരളത്തിൽ അറിയപ്പെട്ട അഹ്സൻ ഉസ്താദിനെ വിഷയാവതരണത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ബിസ്മിയും ഹംദും സ്വലാത്തൊക്കെ ചൊല്ലണം. എല്ലാവരും ചൊല്ലണം. ചൊല്ലിക്കോളൂ. أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷ രംഗം അലങ്കരിച്ച ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ്, അതേപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന വളരെ നല്ല ആശയക്കഴമ്പുള്ള പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അയ്യൂബ് സഖാഫി ഉസ്താദ്, ചില വാക്കുകൾക്ക് മണിക്കൂറുകളോളം നടക്കുന്ന പ്രഭാഷണങ്ങളുടെ ശക്തി ഉണ്ടാവുന്ന, അതിന് സൈക്കോളജിയിൽ പറയുന്ന പേരാണ് പഞ്ചിങ്. പഞ്ചിങ്ങിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി പറഞ്ഞ വാക്ക്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ശത്രുക്കളിൽ നിന്നും ഒരുങ്ങി പുറപ്പെട്ട ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ പോകുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു, നീ ആദ്യം സ്വന്തം പെങ്ങളെ നന്നാക്കണം എന്ന് പറഞ്ഞപ്പോൾ പെങ്ങളുടെ സമീപത്തേക്ക് പോവുകയും അവിടെ എത്തുമ്പോഴും സൂറത്തു ത്വാഹ പാരായണം ചെയ്യുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഏതായാലും അവിടെ എത്തിയ സ്ഥിതിയിൽ പെങ്ങളുമായി ഒരല്പം ശണ്ട കൂടി, അഥവാ ചില പ്രശ്നങ്ങളൊക്കെ നടന്നു. പിന്നീട് ഞാനിവിടെ വരുമ്പോൾ എന്തോ ഒന്ന് പാരായണം ചെയ്യുന്നത് കണ്ടല്ലോ, അത് പരിശുദ്ധ ഖുർആനായിരുന്നു. പരിശുദ്ധ ഖുർആനിലെ ആ ത്വാഹാ സൂറത്തിൻ്റെ വരികൾ കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് മാറി ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ മണിക്കൂറുകളോളം നാം നടത്തുന്ന പ്രഭാഷണത്തേക്കാൾ ഒന്നോ രണ്ടോ വരികൾ വലിയ മാറ്റമുണ്ടാക്കും. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ മഹാനുഭാവന്റെ ചരിത്രം പറയുന്നിടത്ത് മഹാൻ പറയുന്നുണ്ട്, ത്വലബത്തുൽ ഇൽമ ലിഗൈരി ദീൻ, ഞാൻ ഇൽമ പഠിക്കാൻ പോയത് അത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ബാപ്പാക്ക് 2 മക്കളാണ് ഉണ്ടായത്, 2 ആൺമക്കൾ, ഞാനും എൻ്റെ സഹോദരനും. ബാപ്പ മരിക്കുന്ന സമയത്ത് ബാപ്പയുടെ ഒരു കൂട്ടുകാരനോട് വസിയത്ത് ചെയ്തു, എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഈ കാശ് കൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ ശരിക്കും പരിപാലിക്കണം, എന്നെങ്കിലും ഈ കാശ് തീർന്നു പോയാൽ എൻ്റെ മക്കളെ നിങ്ങൾ പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർക്കണം, അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ദർസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ മടിയാണ്. പലപ്പോഴും ഉസ്താദ് പറയുന്നത് ഇങ്ങനെ എഴുതി വെക്കും. ആ എഴുതി വെച്ചത് നാട്ടിൽ പോകുമ്പോൾ ചില ബാഗിൽ ഇങ്ങനെ വെച്ച് അത് നാട്ടിലേക്ക് കൊണ്ടുപോകും, തിരിച്ച് ദർസിലേക്ക് കൊണ്ടുവരുന്നല്ലാതെ ഒന്നും കാര്യമായി പഠിക്കാറില്ല.
അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മഹാനുഭാവൻ ആ കുട്ടിപ്രായത്തിൽ അന്നത്തെ ഒരു കാഫിലക്കൂട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൊള്ളസംഘം വളഞ്ഞു. ഓരോരുത്തരുടെയും കയ്യിലുള്ള വസ്തുക്കൾ ബലമായി പിടിച്ചു വാങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ആ കുട്ടിയുടെ കയ്യിലുള്ളതൊരു ബാഗാണ്. ആ ബാഗ് കൊള്ളക്കാരൻ പിടിച്ചു വാങ്ങിയപ്പോൾ ഈ കുട്ടി തിരിച്ചങ്ങോട്ട് പറയാണ്, നിങ്ങൾക്ക് എന്തിനാണ് ഈ ബാഗ്? അതിലൊന്നുമില്ല, അതിലാകെ ഉള്ളത് എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്ന കുറേ ഇൽമുകളാണ്. അതിങ്ങനെ എഴുതി വെച്ചാൽ സൂക്ഷിക്കാറുണ്ട്, മറ്റൊന്നും അതിലില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊള്ളക്കാരൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, എടാ നിന്റെ അറിവ് കൊട്ടയിലാണോ? എന്താ ചോദിച്ചത്? നിന്റെ അറിവ് കൊട്ടയിലാണോ? നിന്റെ കൽബിലൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഒരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാനൊരു പ്രതിജ്ഞ, ഒരു തീരുമാനം എടുത്തത്, ഇനി അങ്ങോട്ട് ഉസ്താദ് പറഞ്ഞു തരുന്നതൊക്കെ അത് കൊട്ടയിൽ വെക്കാതെ മനസ്സിൽ വെക്കുന്ന രീതിയിൽ ഞാൻ പഠിക്കും. ആ തീരുമാനമായിരുന്നു പിന്നീട് ലോകപ്രശസ്തനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിലേക്ക് ആ കുട്ടിയെ എത്തിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഇതേപോലെയാണ് ഇന്ന് ഉസ്താദ് ആ ഉദ്ഘാടനത്തിൽ നല്ല ഒരുപാട് ആശയക്കഴമ്പുള്ള വാക്കുകളാണ് നമ്മളോട് പ്രയോഗിച്ചത്. അതൊക്കെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദ് പറഞ്ഞതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിക്കൊടുക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് കിട്ടാവുന്ന ഏത് വലിയ സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നാലും ഏത് സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നാലും ഏത് ട്രെയിനറെ കൊണ്ടുവന്നാലും അവരൊക്കെ എന്ത് തന്നെ ക്ലാസ് എടുത്ത് തന്നാലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ആരെന്നെ തീരുമാനിക്കണം? അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹത്തിലും അള്ളാഹു മാറ്റമുണ്ടാക്കുകയില്ല അവർ സ്വയം മാറുന്നത് വരെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് മാറണം എന്നൊരു നല്ല തീരുമാനം ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റൂ. ഇന്നിപ്പോ അധിക മോട്ടിവേഷൻ ക്ലാസ്സും ഒരുതരം ഹാഹാ ഫീലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോളൂ, എന്താ ഹാഹാ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ? ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ക്ലാസ് ഒരു ഹാഹാ ഫീലിംഗിൽ തീരാൻ പാടില്ല. ഇത് കൃത്യമായി നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, എഴുതി വെച്ചാൽ പോരാ, പിന്നീട് അത് നോക്കണം. എല്ലാവരും പറഞ്ഞോളൂ. ചിലർ പറഞ്ഞു എല്ലാ ക്ലാസ്സിനും പോകും, നന്നായി ഉറങ്ങും. ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ അല്ലേ. രണ്ടാമത്തെ വിഭാഗം എല്ലാ ക്ലാസ്സിനും പോകും, ഉറങ്ങൂല, പക്ഷെ ഒന്നും ശ്രദ്ധിക്കൂല. അല്ലാഹു അക്കൂട്ടത്തിലും പെടുത്താതിരിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം ക്ലാസ്സിനൊക്കെ പോകും, നന്നായി ശ്രദ്ധിക്കും, എല്ലാം എഴുതി വെക്കും, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കൂല. അല്ലാഹു അക്കൂട്ടത്തിലും പെടുത്താതിരിക്കട്ടെ. മറ്റൊരു വിഭാഗം എല്ലാം എഴുതി വെക്കും, ഈ എഴുതി വെച്ചൊക്കെ പലപ്പോഴും വായിച്ചു നോക്കും, പക്ഷെ മൂപ്പരെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു അതിലും പെടുത്താതിരിക്കട്ടെ. മറ്റൊരു വിഭാഗം നന്നായി എഴുതി വെക്കും, അയാളുടെ മനസ്സിലും ജീവിതത്തിൽ അതുണ്ടാവും, പക്ഷേ ഒരാൾക്കും പറഞ്ഞു കൊടുക്കൂല. അല്ലാഹു അക്കൂട്ടത്തിലും പെടുത്താതിരിക്കട്ടെ. നമ്മൾ എതിരെ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. നന്നായി ശ്രദ്ധിക്കുക, ആവശ്യമുള്ളത് നന്നായി എഴുതി വെക്കുക, അത് പലപ്പോഴും എടുത്ത് നോക്കുക, അതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുക്കുക. അതോടെ എല്ലാവരോടും പറയാനുള്ളത് നന്നായി ശ്രദ്ധിക്കണം. അതിനായി ശ്രദ്ധ തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാണ്. ഒന്ന്, മൊബൈലുള്ള ആളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക. മൊബൈലുള്ള ആളൊന്ന് മൊബൈൽ ഒന്ന് പൊക്കി പിടിച്ചാൽ, മൊബൈൽ പൊക്കി പിടിക്കാനാ പറഞ്ഞത് അല്ലേ? ആരെ കയ്യിലെ മൊബൈല് ടാബ് എന്തായാലും ഒന്ന് പൊക്കി പിടിക്കും. എൻ്റെ കയ്യിലില്ലേ?
ഓക്കെ, അത് ഫുൾ സാലഡിലാക്കുക, എന്നിട്ട് അത് തിരിച്ചു കമഴ്ത്തി വെക്കുക. അതിൻ്റെ മുകളിൽ ടേബിളിൻ്റെ മുകളിൽ തന്നെ അല്ലേ, അത് കമഴ്ത്തി വെക്കണം കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ വിളിച്ചാൽ അറിയാൻ പാടില്ല, തിരിച്ചു വെക്കുക. ലൈറ്റ് കത്തുന്ന പോലെ ഒന്നും അറിയാൻ പാടില്ല. എല്ലാവരും വെച്ചില്ലേ? പേന നോട്ടിൻ്റെ ആ പാഡില്ലേ അതിൻ്റെ മുകളിൽ വെക്കുക, കയ്യിൽ വെക്കണം. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വെറുതെ വരഞ്ഞോണ്ടിരിക്കും, ഇതല്ലോ വരക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. എല്ലാവരും ഇങ്ങനെ പിടിച്ചോളൂ, ചെവി കൂർപ്പിച്ച് പിടിക്കാം. എല്ലാവരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നാളെ ഞാൻ പറയും പോലെ വെക്കണം, അല്ലെങ്കിൽ എണീച്ച് പോകണം. ഇതില്ലേ, ഇതൊരു വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റിയാൽ ഏത് സുൽത്താൻ്റെ വണ്ടിയാണെങ്കിലും വർക്ക്ഷോപ്പുകാരൻ പറയും പോലെ വെക്കണം, വേണ്ടേ? ഇല്ലെങ്കിൽ ആ വണ്ടി ശരിയാവില്ല. ഒന്ന് പിടിച്ചോളൂ എല്ലാവരും ഇങ്ങനെ. ഉഷാറായിട്ട് പറഞ്ഞോളൂ. ലോകം മൊത്തം നന്നാവാൻ, ശബ്ദം പോരാ, ലോകം മൊത്തം നന്നാവാൻ ഞാനൊരു സ്വകാര്യം കാതിൽ പറഞ്ഞു തരാം. ആദ്യം ഞാൻ മാറുക. ഏതാണ് ആ സ്വകാര്യം? ഞാൻ മാറും. നിങ്ങൾ നോക്കി, നമ്മളിന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? നമ്മൾ മാറാത്തത് കൊണ്ടാണോ അല്ല മറ്റുള്ളവർ മാറാത്തത് കൊണ്ടാണോ? എന്തൊന്നും ഇണ്ടാത്ത എൻ്റെ മുഖത്തിൽ നോക്കണം. ആര് മാറാത്തതുകൊണ്ടാണ്? നമ്മൾ മാറാത്തതുകൊണ്ടാണ് അല്ലേ? നമ്മുടെ അയൽവാസി നമ്മളോട് ചിരിക്കാത്ത എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചിരിക്കുന്നില്ല. നമ്മളയാളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്, ഓനാദ്യം ചിരിക്കട്ടെ. അതേപോലെ അയാളും ചിന്തിക്കുന്നുണ്ടാവും ഇല്ലേ? ഇവര് ഖിയാമെന്നാളോട് ചിരിക്കോ? ഇല്ല. അതേപോലെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഒരാൾ വരികയാണ്. അയാൾ ഇങ്ങോട്ട് ലോഹ്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ലോഹ്യം പറയും. ഇതേപോലെ അയാളും ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഇവ രണ്ടുപേരും ലോഹ്യം പറയും? ഇല്ല. ഇങ്ങനെ പല നിലക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങിയെങ്കിൽ പലപ്പോഴും പല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. പലപ്പോഴും മറ്റുള്ളവരാണ് മാറേണ്ടത്, ഞാനല്ല എന്ന ചിന്താഗതിയാണ് മാറ്റം ഉണ്ടാക്കുന്നതിന് വിഘാതമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ ആ നോട്ടില്ലേ അതിന് എഴുതി വെച്ചേ, ഇൻഷാ അല്ലാഹ് ഒന്ന് മാറാൻ തീരുമാനിച്ചു എഴുതി വെക്ക്. അപ്പൊ എന്താ വേണ്ടേ? എല്ലാരും എഴുതി വെച്ചോ? എന്താ എഴുതി വെച്ചത്? ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് മാറാൻ തീരുമാനിച്ചു. നമ്മളൊരു തീരുമാനം എടുത്താൽ അത് കുറച്ച് പേരോട് അറിയിക്കണം അല്ലേ? അറിയിക്കണേ. ഒരു 5-ൽ കുറയാത്ത, നിങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള 5-ൽ കുറയാത്ത ആൾക്കാർ അറിയിക്കാൻ നിങ്ങൾ അവിടെ എഴുതി വെച്ചു. അവരുടെ പേരെടുത്ത് എഴുതി വെച്ചു. 5-ൽ കുറയാത്ത, അതിലെത്രയും കൂടെ ഉണ്ടോ നിങ്ങൾ ഈ വിഷയം അവരെ പോയി അറിയിക്കാതെ ഞാനൊന്ന് മാറാൻ തീരുമാനിച്ചു. അത് അവരോട് പറയണമല്ലോ. അവരെ പേരെടുത്ത് എഴുതണം. നിങ്ങൾ ആരോടാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അവരെ പേര് എഴുതണം, നിങ്ങളുടെ പേരല്ലേ. നിങ്ങൾ ഈ ഒരു വാർത്ത, ഈ ഒരു വിഷയം ഞാനൊന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു തീരുമാനം നിങ്ങൾ ഒരു 5 പേരോടെങ്കിലും ചുരുങ്ങിയത് പറയണം. അവരെ പേരുകൾ എഴുതണം. ആരൊക്കെയാണ് 5 പേരുള്ളത്? ചില ആൾക്കാർ ഉമ്മയുടെയും ബാപ്പയുടെയും എഴുതിയിട്ടുണ്ടാവും. അത് തന്നെയാണ് തുടക്കം. അവിടെ തന്നെയാണ് മാറേണ്ട ആദ്യം അല്ലേ? സ്വന്തം പിതാവിനോടും മാതാവിനോടും ഒന്ന് പങ്കുവെക്കുക. ഉമ്മ, ഞാനൊന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ ചില ഉമ്മമാരൊക്കെ അവർ ഈ സൈക്കോളജിയൊന്നും പഠിച്ചിട്ടില്ല, അവർ പറയും നീ മാറി എത്തറാന്ന്. ആ സമയത്ത് നിങ്ങൾ എന്ത് പറയരുത്, ഇങ്ങനെയുള്ള ഒരു ഉമ്മ ഉള്ള കാലത്തോളം ഞാൻ നന്നാവും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതവർക്ക് അറിയാത്തോളം. എല്ലാവരും പറഞ്ഞ ലൈഫ് ഈസ് പറഞ്ഞു ഡസ് നോട്ട് അഡ്ജസ്റ്റ്മെന്റ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ്. ജീവിതം എന്ന് പറഞ്ഞാൽ എന്തല്ല, അഡ്ജസ്റ്റ്മെന്റ് ലെവൽ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ്. അവിടെ മനസ്സിലാക്കി നീങ്ങുക അല്ലേ, എന്തുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളെ അടുത്ത ഫ്രണ്ടിനോട് നിങ്ങൾ പറയും ഞാനൊന്ന് മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്, അപ്പൊ അവര് പരിഹസിക്കും. അവരെന്താവും, നീയല്ലേ, എന്റെ മാറ്റം എനിക്കറിയാം. എല്ലാവരും പറഞ്ഞോളൂ, ലോകത്ത് ഉയർന്നു വന്ന പല പ്രതിഭകളും ഏറ്റവും കൂടുതൽ പരിഹാസം നേരിട്ടത് സ്വന്തം ഫ്രണ്ട്സുകളിൽ നിന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇവിടെ ശരിയല്ലേ അല്ലേ? അവരാ പരിഹാസത്തെ ഓവർ ഫോക്കസ് ചെയ്തെങ്കിൽ ഇന്ന് അവർ പ്രതിഭയെ മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മളെ നിർത്തിപ്പോകാൻ പാടില്ല. ഒന്നുകൂടി പറഞ്ഞോളൂ, മറ്റുള്ളവർക്ക് എന്നെ പരിഹസിക്കാൻ അവകാശമുണ്ട്, എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. ഈ നിലക്കുള്ള ഒരു നല്ലൊരു തീരുമാനം നമുക്ക് ഉണ്ടാവണം. ഏതായാലും എല്ലാവരും എഴുതി വെച്ചല്ലോ. അടുത്തത്, ഇനി മാറാൻ തീരുമാനിച്ച സ്ഥിതിയിൽ നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അല്ലെ. ഈ കൂട്ടത്തിൽ മാറാൻ ആഗ്രഹിച്ചവരെല്ലാം കൈവോക്കിയ, ആഗ്രഹമുള്ളവരെല്ലാം കൈവോക്കുക. എല്ലാവരും ആഗ്രഹമുണ്ട് അല്ലേ? ഓക്കെ, കൈതയച്ചോളൂ. അടുത്ത ചോദ്യം കുറച്ച് പ്രയാസമുള്ളതാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളവും പറയാത്ത ആൾ കൈവോക്കി. ചില മുറുക്കി പിടിച്ചിട്ടുണ്ട്, പൊങ്ങിക്കൊണ്ടെന്ന്. എന്നാ ഒരു ചോദ്യം ഇത് ചോദിക്കുന്നത്, എനിക്ക് സത്യസന്ധമായിട്ട് പ്രതികരിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ജീവിതത്തിൽ മാറാൻ വേണ്ടി നന്നായി അധ്വാനിക്കുന്നവർ കൈവോക്കി. നന്നായി അധ്വാനിക്കുന്നവർ ആരുമില്ല. എല്ലാവരും പരസ്പരം നോക്കുക, ഓൻ പൊക്കുന്നുണ്ട, ആരുമില്ല. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മൾ ആരും ചെയ്യുന്നില്ല നന്നാവാൻ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുന്നില്ല. എന്നാൽ അധ്വാനിക്കാത്ത കാലത്തോളം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നിങ്ങളെ പറയുന്നത് പിച്ചി പിച്ചി നാട്ടല്ലേ, നല്ല നാവോട് പറഞ്ഞാൽ മതി. പറഞ്ഞെന്താ? ഇല്ലല്ലോ. അവ ലോകത്ത് മാറ്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രധാനമായി നമ്മളിൽ ഉണ്ടാവേണ്ട 3 ഗുണമാണ് ഇനി പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ നല്ല ശബ്ദത്തിൽ ഏറ്റു പറയണം. പറയില്ലേ? ആഗ്രഹം, ആവേശം, അധ്വാനം. ഇത് നിങ്ങൾ നല്ല മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ വേണ്ടി ഞാനൊരു ടെക്നിക്ക് ചെയ്യാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല കൈ ഇങ്ങനെ മുരുട്ടി ചുരുട്ടി പിടിച്ച് നിങ്ങൾ എന്ത് പറയണം, ആഗ്രഹം, ആവേശം, അധ്വാനം. നല്ല ആക്ഷനോടെ പറയാം. പിന്നീട് നിങ്ങൾ പറയും. ഓരോരുത്തരോടും പറയുമ്പോഴേ നിങ്ങളുടെ പ്രതിപക്ഷത്തുള്ളവരെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ച് നല്ല ശബ്ദത്തിൽ നല്ല ആക്ഷനോടെ പറയണം. ഫസ്റ്റ് നിങ്ങളോടാണ്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. ആവേശം, അധ്വാനം. അപ്പൊ ഏകദേശം 2 പേരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആഗ്രഹം, ആവേശം, അധ്വാനം. ഇത് നമുക്ക് നല്ല ശബ്ദത്തിൽ പറഞ്ഞോളെ. പറഞ്ഞോളൂ. ആഗ്രഹം, ആവേശം, അധ്വാനം. ഞാൻ 1 എന്ന് പറയുമ്പോൾ ഈ ശബ്ദത്തിൽ പറയണം. 2 എന്ന് പറയുമ്പോൾ ഇതിലൊരു ശബ്ദം കൂടണം. 3 എന്ന് പറയുമ്പോഴേ ഈ പരിസരമാകെ ഞെട്ടിപ്പോണം. ഓക്കെ, എന്താ പറയേണ്ടത് മനസ്സിലായില്ലേ? ഓക്കെ, 1 2 അടുത്തറിയാലോ, ഈ പരിസരം ഞെട്ടണേ. 3 ആഗ്രഹം, ആവേശം, അധ്വാനം. ഈ ക്ലാസ് ഇങ്ങനെ എടുത്താലേ നിങ്ങളെ മനസ്സിലുണ്ടാവും.
ഞാനിങ്ങനെ ഒരു വയത് പറയും പോലെ ജബൽ ഖുബൈസ് എന്ന ഖ്വാജ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊന്നും വലിയൊരു റാഹത്താവില്ല, അതൊരു പർവ്വതത്തിന്റെ പേരാട്ടോ. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, ഈ നിലക്ക് പോയാലേ ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരു ഇഫക്റ്റ് ആവും. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞു വന്നെന്താ, ആഗ്രഹം, ആവേശം, അധ്വാനം അല്ലേ. പലപ്പോഴും ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ നമുക്ക് എന്താ ഉണ്ടാകുക പറഞ്ഞു, ഇതുപോലൊരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയാൽ നമുക്ക് എന്താണ് ഉണ്ടാകുക? ഈ മൂന്നിൽ ഏതാണ് ഉണ്ടാകുക? ആവേശം. ആഗ്രഹം നേരത്തെ ഉണ്ടില്ലേ, അവിടെ നിങ്ങൾ വന്നത്, അതുകൊണ്ട് നിങ്ങൾ വന്നത്. ചില ആളെ ശ്രദ്ധിക്കുന്നില്ലേ, ദാദാ അവൻ ഏതോ ലോകത്തുള്ളത്, നിന്നോട് വേറെ നോക്കണം, എല്ലാവരും ഇങ്ങോട്ട് നോക്കണം, നിന്നെ തന്നെ പറയും ഇങ്ങോട്ട് നോക്കണം. മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം അല്ലെ, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇവിടെ ആഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങൾ വന്നത്. അടുത്തത്, ഈ ക്ലാസ് കൊണ്ട് എന്താ കിട്ടുക? ഒരാവേശം ഉണ്ടാവും അല്ലേ, ഒന്ന് മാറണം, ഉമ്മയോടൊന്ന് സോറി പറയണം, ബാപ്പയോടൊന്ന് സോറി പറയണം. ഇനി ഉസ്താദുമാരൊക്കെ പറഞ്ഞാൽ നന്നായി ശ്രദ്ധിച്ച് നന്നായി പഠിക്കണം, ഫ്രണ്ട്സുകളോടൊക്കെ വളരെ നല്ല ഡീലിങ് പോകണം, നല്ല നിലക്ക് പെരുമാറണം, അത് നിങ്ങൾ തീരുമാനിക്കും. അതൊരാവേശം. പക്ഷേ ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് ഏതാ പറഞ്ഞു? ഇവിടെ അധ്വാനം കൂടി ഉണ്ടായാൽ ഉറപ്പാണ് വിജയം. എന്താണ് ഉറപ്പാണ്? അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, അധ്വാനിച്ചാൽ മാത്രമേ നിങ്ങൾ ലോകത്ത് ഉയർന്ന ഏത് പ്രതിഭകളെയും നിങ്ങൾ പഠിച്ചു നോക്കൂ. ആഗ്രഹം മാത്രമല്ല അവരെ അവിടെ എത്തിച്ചത്. പിന്നെ ആവേശം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആവേശം മാത്രമല്ല, പിന്നെന്താണ്? അധ്വാനം. ഇപ്പൊ ഞാനിപ്പോ ഒരു യാത്രയിൽ ഒരു ഡോക്ടറെ കണ്ടു, ഒരു ദന്ത ഡോക്ടറാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡോക്ടറായത് എങ്ങനെ? ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, എന്താണ് പ്രയാസമൊക്കെ ഉണ്ടായത്? അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞാല് കാശ് നല്ലോണം പോയിട്ടുണ്ട്, ഏകദേശം 30 ലക്ഷം രൂപ എനിക്ക് പഠനത്തിന് വേണ്ടി ചിലവായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതിനേക്കാളും വലിയ അധ്വാനം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇത് ദന്തിസ്റ്റുകൾ അല്ലേ. അപ്പൊ അവരെയും പറയുന്നത്, അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോയാൽ നമ്മുടെ മുന്നിൽ കുറെ തലയോട്ടികൾ ഉണ്ടാവും, കുറെ തലയോട്ടികൾ. ഈ തലയോട്ടി മേശപ്പുറത്ത് വെച്ചിട്ട് ക്ലാസ് എടുത്തില്ല. ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് പോകുമ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഓരോ തലയോട്ടി തരും. ഇത് ഒറിജിനൽ തലയോട്ടിയാണ്, പ്ലാസ്റ്റിക്കിന്റെ സാധനമല്ല. ഇത് തന്നിട്ട് നിങ്ങൾ റൂം പോയിട്ട് രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഇതിനെ കുറിച്ച് വ്യക്തമായ അസൈൻമെന്റ് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് എവിടെ സമർപ്പിക്കണം? സാറേ സമർപ്പിക്കണം. ഇവിടുന്ന് പ്രശ്നം, ഇത് ഏതോന്റെ തലയോട്ടി എന്ന് പറയാൻ പറ്റുമോ? ഈ തലയോട്ട് കാണുമ്പോഴേ ചില പെൺകുട്ടികൾ അതും വാങ്ങിയിട്ട് ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ടാവും. മാത്രം ഇതെടുത്ത് റൂമിലേക്ക് പോകുന്ന ഒറ്റക്കാണ് റൂമിൽ ഒരാളുണ്ടാകുക. ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ എന്തെല്ലാം കയറി വരും. പഠിച്ചോനെ ഇയാളെ പ്രേതം വന്നു കളിയോ. പലപ്പോഴും പല പെൺകുട്ടികൾ ഇത് പഠിക്കാൻ പോയാൽ ചിലപ്പോൾ ഇത് വെച്ച റൂമിൽ തന്നെ ഉറങ്ങൂല, ഉറങ്ങാതിരിക്കാനും പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയെല്ലാം. ശരിക്കും മെഡിസിൻ പഠിക്കാൻ പോയാൽ, ഒരു മെഡിസിൻ പഠിക്കാൻ നമുക്ക് സൗകര്യമുള്ള ഒരു കോളേജിലേക്ക് പോയാൽ അവിടെ എത്ര കുട്ടികൾ എടുക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അവിടുത്തെ മാനേജ്മെന്റ് ചിന്തിക്കുക ഈ സ്ഥാപനത്തിൽ എത്ര ശവമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് പഠിക്കണം, ശവം വേണ്ടേ? അപ്പൊ ആദ്യം കുട്ടികൾ എണ്ണം എടുക്കാം, പിന്നെന്തെടുക്കാം? അത് ശവത്തിന്റെ എണ്ണം എടുക്കാം. ആ എണ്ണത്തിനനുസരിച്ച കുട്ടികൾ എടുക്കുന്നത്. അപ്പൊ ഈ നിലയ്ക്ക് പ്രയാസപ്പെട്ട് പഠിച്ചിട്ടാണ് ഡോക്ടർമാരുണ്ടാകുന്നത്. ഇപ്പൊ കേരളത്തിലെ വലിയ വലിയ ആരോഗ്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളിങ്ങനെ പറയും, ആ ഉസ്താനൊക്കെ നല്ല സുഖമല്ലേ, എപ്പോഴും AC കാറിൽ പോകുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയാൽ അവർക്ക് VIP പരിഗണനയാണ്, പെട്ടെന്ന് ഫ്ലൈറ്റ് കയറാം. അവരെ പോലെ എനിക്കും ആവണമെന്ന് കരുതി ഞാനിങ്ങനെ സ്വപ്നം കണ്ടിരുന്നാവോ? ഇല്ല. അവരെ ജീവിതം പഠിച്ചാൽ അവർക്ക് കേവലം ഒരു പ്രതിഭയാവണമെന്ന ആഗ്രഹം മാത്രമായിരിക്കില്ല, പിന്നെന്തായിരിക്കും? ആവേശം മാത്രമായിരിക്കില്ല, പിന്നെന്തായിരിക്കും? ഒരു അധ്വാനം ഉണ്ടാവും.
ഇനി എൻ്റെ ചോദ്യം മക്കളോട് എല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കണേ. ശരിക്കും അധ്വാന രംഗത്ത് നമുക്ക് എന്തൊക്കെയാണ് തടസ്സമാകുന്നത് നിങ്ങളാ പറയേണ്ടത്. ഞാനതിന് എളുപ്പ വഴി ഉണ്ടാക്കി തരാം. നിങ്ങളെ പേനെടുക്കല്ലേ, അങ്ങനെ നിങ്ങൾ ആ പാഡ് തിരിച്ചു കൊടുക്കുക, ഒരു വിലങ്ങനെ വെക്കല്ലേ. എന്നിട്ട് 4 ലൈൻ വരയ്ക്കുക. 4 ലൈൻ എങ്ങനെ അങ്ങനെയല്ല, തിരിച്ചിങ്ങനെ വരച്ച ഇഷ്ടം പോലെ സ്ഥലം പാഡ് ഇതാ ഇങ്ങനെ വരച്ചാൽ എന്താവും, ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ വരച്ച സ്ഥലം കുറയാവും. ഉണ്ടാവും 4 ലൈൻ 4 ലൈൻ വരയ്ക്കുക. വരച്ചോ? ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതല്ലാത്ത ക്ലാസ് വേണോ? വേണമെന്ന് പറയണോ? അപ്പൊ 4 ലൈൻ. ഇതിൽ ഓരോ ലൈനും നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. നമുക്ക് പേര് നമ്പറിന് കൊടുക്കാം അല്ലെ. 1 2 3 4 നമ്പർ കൊടുക്കും. 1 2 3 4. 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. മൈ സ്റ്റാറ്റസ്, മൈ സ്റ്റാറ്റസ്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് നിങ്ങൾക്കേ അറിയാം, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മൊബൈലോട് ഇങ്ങനെ ഗെയിം കളിച്ച് പോവാണ് ജീവിതം, അല്ലെങ്കിൽ ധാരാളം ഫിലിം കാണുന്നു, സീരിയൽ കാണുന്നു, ഉമ്മയായിട്ട് എപ്പോഴും പ്രശ്നമാണ്, ബാപ്പയായിട്ടും പ്രശ്നമാണ്, അതുപോലെ സ്കൂളിലെ ടീച്ചറുമായിട്ട് പ്രശ്നമാണ്, മദ്രസ ഉസ്താദുമായിട്ട് പ്രശ്നമാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചായി എല്ലാ രംഗത്തും നമ്മൾ ഉഷാറായി. ഏതായാലും നിങ്ങളവിടെ എന്താ വേണ്ടത്? മൈ സ്റ്റാറ്റസ് അല്ലെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അത് നിങ്ങൾക്ക് ചിലതൊക്കെ എഴുതാൻ പറ്റുമെന്ന് എഴുതിക്കോട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ചിലതൊക്കെ എഴുതാൻ പറ്റുമെന്നൊക്കെ എഴുതാം. പിന്നെ 4മത്തതോട് ഉദ്ദേശിക്കുന്നത് മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നം. മൈ ഡ്രീം, എൻ്റെ സ്വപ്നം അല്ലെ, മനസ്സിലായി? 4 ഉദ്ദേശിക്കുന്നത് എന്താ? എൻ്റെ സ്വപ്നം. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 1ൽ നിന്നും 4ലേക്ക് ഒരു റോക്കറ്റ് പോകുമ്പോൾ ഇങ്ങനെ ഒരു നമ്മുടെ എയറോ മാർക്ക് കൊടുക്കില്ലേ, ഇങ്ങനെ വരച്ചു കൊടുക്കും. എയറോ മാർക്ക് 1 4ലേക്ക് ഇട്ട് കൊടുത്തോളൂ. മനസ്സിലാകല്ലേ? എയറോ മാർക്ക് കൊടുക്കില്ല, അറിയില്ലേ? 1 4ലേക്ക്. അപ്പൊ 1ൽ നിന്നും നമുക്ക് എങ്ങോട്ട് എത്തണം? 4ലേക്ക് എത്തണം. ഇപ്പോഴുള്ള നിലവിലുള്ള സ്റ്റാറ്റസിൽ നിന്നും നമ്മുടെ ഡ്രീമിലേക്ക് നമുക്ക് എത്തണം. ചില കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. ഓർത്തടിച്ച് കുറച്ച് തിന്നാൻ പറ്റും, തമാശ പറഞ്ഞാൽ. അപ്പം കുട്ടികൾ എല്ലാം പാഡ് കേൾക്കാൻ വന്നവരെ ഇരിക്കുന്നവർക്കും പാഡ് വേണം കൊടുത്തോട്ടോ. കുട്ടികൾക്ക് എഴുതി പഠിക്കുക, എഴുതി ചെയ്യണത് ചെയ്തു കൊടുക്കും. ഇതൊരു വർക്കാവുമ്പോഴേ പിന്നീട് ഉപകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പൊ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒരു കാര്യം, ഈ അടുത്ത ഡ്രീമല്ല 4 നിങ്ങൾ ഡ്രീമാണ് എന്താ? നിങ്ങളുടെ സ്വപ്നം എന്താ? ഭാവി സ്വപ്നം എന്താ? ഇനി ഒന്നുമില്ലെങ്കിൽ ഇല്ലാന്ന് ഇരിക്കട്ടെ, അളവൊന്നും തന്നെ. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ ചോദിച്ചാൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇപ്പൊ അധികം കുട്ടികളും പകുതിയാണ് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇപ്പോ ശരിക്കും ശരാശരി കേരളത്തിലെ അവസ്ഥ 100ൽ ഒരാൾ ഒരുമിച്ച് കൂടിയാൽ അതിലൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ 50ൽ ഒരാൾ ഡോക്ടർ ആയിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഡോക്ടർ എഞ്ചിനീയർ ഒന്നും വേണ്ട. അങ്ങനെയായിട്ട് ഇനി നമുക്ക് വേണ്ടത് മറ്റു പലതുമാണ്. പ്രത്യേകിച്ച് ഓരോ മഹലിലും ഗവൺമെന്റ് സർവീസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇന്ന് നാട്ടിന് വളരെ ഉപയോഗിക്കുന്ന സാധനം. വേഗം ഗൾഫിലേക്ക് കയറാനല്ലോ മാറിയിട്ട്. ഞാൻ ചോദിക്കാം, നമ്മുടെ നാട്ടിൽ എത്ര പോലീസുകാരുണ്ട്? ഈ നാട്ടുകാരെന്ന് പറഞ്ഞ ഈ പരിസരത്ത് ഏകദേശം എണ്ണി പറഞ്ഞാൽ ആരുമില്ല അല്ലേ? സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാഷന്മാർക്ക് എത്ര പേരുണ്ട്? ഒന്നും ഉണ്ടാത്ത 2 ആള്. ഇത്രയും വിശാലമായ നാട്ടിൽ 2 ആളാണ് അല്ലേ? കോട്ടയം വില്ലേജ് ഓഫീസ് പോലുള്ള ഓഫീസുകളൊക്കെ അല്ലേ? ഇങ്ങനെയുള്ള ഗവൺമെന്റ് സർവീസിൽ എന്തെങ്കിലും ഒരു ചെറുതോ വലുതോ ആയ ജോലിയുള്ള ആൾക്കാർ എണ്ണം പറഞ്ഞ എത്ര പേരുണ്ട്? ആരുമില്ല. ഉണ്ടോ? എത്ര പേരുണ്ട്? ഇഷ്ടംപോലെ ഉണ്ടോ?
ഉണ്ടേ? എന്നാൽ അവരെ മക്കളാരും കൈവക്കി നോക്കട്ടെ. ഈ കൂട്ടത്തിൽ സംഭവം ഉണ്ടാവുമ്പോൾ അവരെ മക്കളുണ്ടാവില്ല, ആരുമില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കാം. അതേപോലെ തന്നെ നല്ലൊരു മതപണ്ഡിതനായി തീരാൻ നമുക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കാം. നല്ലതാവണം, വെറുതെ തലയിൽ കെട്ടിയിട്ട് അവസാനം ഒന്നും ഒരു വസ്തുവും തിരിയാത്തൊരവസ്ഥയെത്താൻ പാടില്ല. നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റിയ ലോകത്താണ് നമ്മളുള്ളത്. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഓർമ്മയുണ്ട, ഇന്നത്തെ കാലത്ത് വിവരം കുറവായിരിക്കുമല്ലോ, എല്ലാവർക്കും ഭയങ്കര വിവരം. എല്ലാവരും പറഞ്ഞേ, ഇന്നത്തെ ലോകം പറഞ്ഞോളൂ, ഓവർലോഡഡ് ഇൻഫർമേഷൻ വേൾഡ്. ശരി പറഞ്ഞ ശരിയല്ലേ? ഇന്നും വിവരം ഓവറാണ്, വിവരം. പക്ഷെ എന്താ ഇല്ലാത്തത്? തിരിച്ചറിവാണ്. എന്തല്ലാത്തത്? തിരിച്ചറിവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മതപണ്ഡിതനൊക്കെ തീരുന്നതാണെങ്കിൽ ഒരു തിരിച്ചറിവോടുകൂടെ തന്നെ കൊണ്ടെത്തണം. തലപ്പാവും ധരിച്ച് നമ്മളിങ്ങനെ ഇതിപ്പോ അങ്ങനെയാണ്. ഞാനിതിപ്പോ തുറന്ന് പറയാണ്, ചില മുത്താലിമ്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ദർസിൽ പോയി തലപ്പാവും ധരിച്ച് പിന്നെ കുറച്ച് കുർത്തേലം പഠിച്ച് കുറച്ച് ആഷിഖ് റസൂലാണ് ഞാനെന്നും പറഞ്ഞിട്ട് ഭയങ്കര കുർത്തേലം പാടിയാൽ മൊലേരായി എന്നുള്ളൊരവസ്ഥ ഇപ്പൊ സമീപകാലത്ത് വരുന്നത്. ഞാൻ പറയുന്ന അർത്ഥം ഇഷ്ട് വേണ്ടെന്നല്ല കേട്ടോ, അത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നന്നായി സ്നേഹിക്കണം. പക്ഷേ സമീപകാലത്ത് മുത്താലിമീങ്ങളിൽ വന്നുകൂടി ഒരു ചിന്ത ഇതാണ്, എന്ത്? ദർസിൽ പോയിട്ട് കുറേ വൃത്തി പാടിയിട്ട് സംഭവമായ എന്തായി, നമ്മളൊക്കെ പണ്ഡിതന്മാരായി എന്നുള്ളതാണ്. അതൊക്കെ വേണം. പക്ഷെ അതിനേക്കാളും ഈ കാലഘട്ടം മുത്താലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. കാരണം എന്താ? ഭൗതികമായും മതപരമായും പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. ഇന്നത്തെ നല്ലൊരു വിഭാഗം മുദരിസുമാരും ഭൗതികമായും മതപരമായും നല്ല കഴിവുള്ളവരുമാണ്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഉസ്താദ് ചിലപ്പോൾ സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടുണ്ടാവില്ല. 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഉസ്താദായിരിക്കും നമുക്ക് മുദരിസായിട്ട് വരുന്നുണ്ടാവില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്താലിമീങ്ങളൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെയൊക്കെ ഏറ്റവും നല്ല അല്ലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഉള്ളത്. ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഇത് പിന്നീട് കേൾക്കേണ്ടി വരും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുതഅല്ലിമായി തീരാൻ അവസരം കിട്ടിയവരോട് പറയാനുള്ളത്, ഒന്ന്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു അവസരമാണ്. ഞാൻ എപ്പോഴും ഓർക്കാണ്, ദർസ് പഠിക്കുന്ന കാലത്ത് ഞാനും ഒളിച്ചോടാനൊക്കെ തീരുമാനിച്ചു. ആദ്യം എനിക്ക് ദർസിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മറ്റേ വിഷയം വിട്ടുപോലെ മക്കളെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം എൻ്റെ ചില വിഷയം പറയാം. ദർസിൽ പോകാൻ ആഗ്രഹം വരാൻ കാരണം എന്താ പറയുക, എൻ്റെ നാട്ടില് അവിടെ മദ്രസയിൽ രണ്ടാമത്തുണ്ടാവും. എന്താ രണ്ടാമത്ത് എന്ന് പറഞ്ഞാൽ, സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ 10 മണിക്ക് ശേഷം ഓത്തുണ്ടാവും. ഞാൻ രണ്ടാമത്ത് എന്ന് പറയാം. അപ്പൊ ഈ സമയത്ത് ദുഹർ നിസ്കാരത്തിൽ പള്ളിയിൽ പോയാൽ കുറേ മുത്താലിമീങ്ങളെ കാണും. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും സുജൂദിലൊക്കെ പോകുമ്പോൾ ഞാൻ ഈ കുട്ടികളെ, ഞാനൊന്ന് ചെറുതാട്ടോ, ഈ മുത്താലിമീങ്ങളെ കാലിങ്ങനെ കാണും, നല്ല വെളുത്ത കാര്യം. അവരെ ചെരുപ്പടിക്കാരനൊന്നും ഉണ്ടാവും, ഈ പാദത്തിനൊന്നും ഉണ്ടാവില്ല, ഒട്ടും ചേർന്നുണ്ടാവില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഇതുപോലത്തെ ഒരു കാര്യം എൻ്റെ കാലാവാൻ എന്താ വഴി? അപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരം ദർസിൽ പോക്കാൻ നല്ലതാണ്. സത്യം പറയാൻ അങ്ങനെയാണ് ദർസിൽ പോകാൻ ഉദ്ദേശിച്ചത്. പോയി നോക്കുമ്പോഴേക്കാ മനസ്സിലായി നമുക്ക് കുറച്ച് പ്രയാസം തന്നെയാണ്. അങ്ങനെ എപ്പോഴും പഠിക്കണം, കളിക്കാൻ പോകുന്നില്ല, കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. നാട്ടിലൊക്കെ പോയാൽ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എപ്പോഴും പന്ത് കളിച്ചാണ് പോകും, നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നീങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പലപ്പോഴും ദിവസം ഓടണം തീരുമാനിക്കും. അങ്ങനെയാണ് ഒരു റമദാൻ കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് ഇനി ദർസിലേക്ക് പോകില്ല. മാത്രമല്ല ആ സമയത്താണ് ടിപ്പുവിന്റെ വാൾ എന്ന് പറഞ്ഞൊരു സീരിയൽ അറിയുന്നത്. ടിപ്പുവിന്റെ വാൾ ഒരു പഴയ കാലത്തൊക്കെ ഓർമ്മ ഉണ്ടാവും, അങ്ങനെയാണ്, ഇന്നൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അന്ന് എൻ്റെ നാട്ടിൽ ഒരു വീട്ടിലെ ടെലിവിഷനുള്ള, എല്ലാ വീട്ടിലും ഇല്ല. അപ്പൊ ഈ ഒരു സീരിയൽ കാണാൻ വേണ്ടി ജനങ്ങൾ പൊതുവെ അവിടെ ഒരുമിച്ച് പോകും. അപ്പൊ ഞാൻ ഇശാസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാറില്ല ഈ സമയത്ത്. കാരണം പോയാൽ പിന്നെ എന്താവില്ല, ഉമ്മ വിടൂല. അങ്ങനെ ഇശാസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴേക്ക് ആൾക്കാരിങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. അങ്ങനെ സീരിയൽ ഇങ്ങനെ ടെലിവിഷനിൽ കണ്ടുകൊണ്ടേയിരിക്കുക, എന്തോ ഒന്ന് കാണാൻ. ആ സമയത്താണ് പെട്ടെന്നൊരു
അടി എനിക്കല്ലോ കേട്ടോ, വേറെ ആൾക്കാർ കിട്ടി. എൻ്റെ ഉമ്മ ഞാനാന്ന് കരുതി വേറെ ആളെ അടച്ചത്. ചുരുക്കത്തിൽ ഞാൻ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെട്ടു. എനിക്ക് മനസ്സിലായി അടി എനിക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുവീട്ടിലേക്ക് പോയി. അവിടെ കിടന്നു നേരം വിളിപ്പിച്ചു. ഉമ്മ രാവിലെ അവിടെ എത്തി. അവിടെ നിന്നും ഉമ്മ വന്ന് അടിച്ചോടിക്കാണ് പള്ളിയിലേക്ക്. ചുരുക്കത്തിൽ പള്ളിയിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ചായ കുടിച്ചില്ല. വല്ലാത്തൊരു വിഷമായി. അവസാനം ഉമ്മാൻ്റെ അടുത്ത് പോവാൻ തീരുമാനിച്ചു. ഉമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഉമ്മ പൊട്ടിക്കരയാൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ പൊട്ടിപ്പിരാകുന്നതിനേക്കാളും നല്ലത് അവരെന്തെങ്കിലും ആവശ്യമില്ലാത്ത ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ മറ്റ് പ്രയോഗങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് നമുക്ക് അല്ലാഹു തആല നൽകിയ, സ്ത്രീകൾക്ക് അല്ലാഹു നൽകിയ ഒരു കഴിവാണ് കരയാനുള്ള കഴിവ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഏത് പാറക്കല്ല് പോലെ മനസ്സുള്ള ഒരു പുരുഷനെയും സ്ത്രീകൾക്ക് കരഞ്ഞ് തോപ്പിക്കാൻ കഴിയും. നേരെ തിരിച്ചു കയ്യിലോട്ടോ തിരിയുന്നുണ്ടോ? പുരുഷന്മാർ കരഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് മയങ്ങുമെന്ന് വിചാരിക്കണം. അതിനൊരു അടിസ്ഥാന കാരണവും പറയാറുണ്ട്. എന്താ? പുരുഷന്മാരുണ്ടാക്കിയിരുന്ന മണ്ണിൽ നിന്നാണ് അല്ലേ? മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കാര്യം കഴിഞ്ഞു. എന്നാൽ സ്ത്രീകൾ ഉണ്ടാക്കിയതോ എല്ലിൽ നിന്നാണ്. എല്ലിന്റെ മുകളിൽ വെള്ളമല്ല, ആസിഡ് വെച്ചിട്ട് കാര്യമില്ല. അതിനൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും പുരുഷന്മാരെ കയ്യിലെടുക്കാൻ കണ്ണീരിലൂടെ സാധിക്കും സ്ത്രീകൾക്ക്. അതൊരു കൃത്യമായ സൈക്കോളജിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെയൊക്കെ നന്നായി കരഞ്ഞ് ഉപദേശിക്കാൻ നല്ല മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ആ നിലക്ക് സ്നേഹിക്കുന്ന ഉമ്മയാവണേ. എപ്പോഴും ചീത്തയും വിളിച്ച് മക്കളെ വെറുപ്പിച്ചിട്ട് കരയുന്ന ഉമ്മാന നിങ്ങളെ തട്ടിപ്പലക്ക് അറിയാന്നുകൊണ്ട് മക്കൾ പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലക്കുള്ള ബന്ധമുള്ള ഉമ്മയാണെങ്കിൽ ആ വാക്ക് മക്കൾ തള്ളൂല. ചുരുക്കത്തിൽ അങ്ങനെ വല്ലാത്തൊരു ഉപദേശം. മാത്രമല്ല, അന്ന് ഉമ്മ എന്നോട് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പൊ നിങ്ങളെ ഡ്രീമിൽ എഴുതാൻ പറഞ്ഞിട്ടില്ലേ, അതേപോലെ ഡ്രീമാ ഉമ്മ വെച്ച് തന്നത്. ഗോൾ എന്ന് പറയും. ഉമ്മ ഗോൾ സെറ്റ് ചെയ്തത്. എന്താ ഗോൾ സെറ്റ് ചെയ്തത്? എൻ്റെ ഒരു കുടുംബത്തിലൊരു കാരണവരുണ്ട്, ഒരു എല്ലാ പണ്ഡിതരും. അല്ലാഹു തആല തറഞ്ഞു ഉയർത്തുമാറാവട്ടെ. അപ്പൊ എപ്പോഴും പറയും, മോനെ എനിക്ക് ആ കാരണവരെ പോലെ ആയിക്കൂടെ, ഞാൻ അങ്ങനെ എന്നെ മനസ്സിലാക്കി അങ്ങനെ ആക്കണോ, അതുകൊണ്ട് നീ ദർസിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയും. വല്ലാതെ ഉപദേശം. ഈ ഉപദേശം കേട്ടപ്പോഴാണ് എനിക്ക് ദർസിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ തോന്നിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദർസിലേക്ക് വീണ്ടും തിരിച്ചു പോയെങ്കിലും ഇടയ്ക്കിടെ ശൈത്താൻ കയറി വരും. ഇന്ന് ഉച്ചക്ക് പെട്ടിയെടുത്ത് പോയി കളയാം. ഒരു ദിവസം തീരുമാനിച്ചു ഉമ്മാരുടെ മുന്നിലും പറയാം. ഏതായാലും പെട്ടിയൊക്കെ എടുത്ത് വെച്ചു. ദുഹൂർ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയാൽ പെട്ടിയെടുത്ത് മുങ്ങാൻ തീരുമാനിച്ചടാ ഞാൻ. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു 11:30 മണിക്ക് ഉസ്താദിന്റെ ഒരു സെബുക്കുണ്ട്. എൻ്റെ ഉസ്താദുള്ള മഹാൻ അല്ലാഹു തആല അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണൂർ ജില്ലാ മുസ്ലിം പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദ് മകൾ അന്നിങ്ങനെ പെട്ടെന്ന് പറയാണ്, അന്ന് ഓതിയ ഹദീസ്, അദ്ദുനിയ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാഹു വആലിമുൻ ഔ മുതഅല്ലിമുൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ എല്ലാം ശപിക്കപ്പെട്ടതാണ്. ഏതൊഴികെ അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ടതും ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും ഒഴികെ ബാക്കിയെല്ലാം ശപിക്കപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള ഒരു ഹദീസാണ്. ഇത് ഓതിയിട്ട് പറഞ്ഞ മക്കളെ, ഒരു മുതഅല്ലിമാവുക എന്നുള്ളത് നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ്. ഈ ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ പിന്നീട് ഒരുപാട് ഖേദിക്കേണ്ടി വരും. സത്യം പറഞ്ഞ എൻ്റെ മനസ്സറിഞ്ഞ ഉസ്താദ് പറഞ്ഞ പോലെ അന്ന് ഞാൻ തീരുമാനിച്ച ഒരു ചോരണ്ട. അന്നെങ്ങാനും ആ ഹദീസ് ഉപദേശം കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. അല്ലാഹു തആല ഉസ്താദുമാർക്ക് ആഫിയത്തുള്ളത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, ഇതൊരവസരം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇടയ്ക്ക് ഒന്ന് ഒളിച്ചോടിയേക്കാണല്ലോ മതിയെ നിർത്തിയേക്കാൻ തോന്നില്ലേ? ശരിക്കും പറയും. അങ്ങനെ തോന്നാത്ത ആളുകളോ വെറുതെ പൊക്കണ്ട. എനിക്ക് വിഷയം മനസ്സിലായില്ല. ചിലക്ക് വിഷയം തന്നെ തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ സത്യസന്ധമായ ആൾ പൊക്കുന്നില്ല. അവരെ മനസ്സിലുണ്ട് കൊടുക്കൽ. അധികപ്പേര് ഇങ്ങനെ ഏതോ നാട്ടിൽ പോയിട്ട് അപ്പം നോക്കിയാൽ ഉസ്താദിനെ പോലെ പേടിപ്പിക്കൽ. എത്രയാ പഠിക്കാൻ?
അപ്പൊ ഞാനൊക്കെ ഒതുക്കുങ്ങൾ ഏരിയാവശ്യമായി പഠിക്കുമ്പോൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിരുന്ന വൈകുന്നേരം വരെ ഇരുന്ന് കാലൊക്കെ ഒരു കോലായിട്ടുണ്ട്. ഭക്ഷണം വളരെ ദയനീയായിരുന്നു. മനസ്സിലായില്ലേ? ഒതുക്കുങ്ങൾ ഏരിയാവശ്യമായി പഠിച്ചുകൊണ്ടൊരു ഉപകാരം എന്താ പറയുക, ലോകത്ത് എവിടെയും ജീവിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് കഷ്ടപ്പാടുണ്ടോ മക്കളെ, ഉറപ്പാണ് നിങ്ങൾക്ക് ലോകത്ത് എവിടെയും ജീവിക്കാൻ പറ്റും. അപ്പൊ എനിക്കെല്ലാം ഇന്ന് ഏത് സാഹചര്യത്തെയും കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞാൻ ദർസിൽ വളർന്നുകൊണ്ട്. നമ്മൾ ഒതുക്കുന്ന ഏരിയാവശ്യങ്ങളിലൊക്കെ 2 ബാത്റൂമും 200 കുട്ടികൾ വന്നു. 2 കുളിമുറി ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ, 200 കുട്ടികളും. അതുകൊണ്ട് എന്താണ്, എവിടെ പോയാലും വളരെ സുഖം. ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ട്, അതുപോലെ ഹജ്ജിനും ഉംറക്കും മറ്റൊക്കെ അമീറായിട്ടും അല്ലാതൊക്കെ പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ അങ്ങനെ വളർന്നതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും എല്ലായിടത്തും സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ കേരളം വിട്ട് പുറത്തു പോയാൽ ചിലപ്പോ അവിടെ ഏതെങ്കിലും പള്ളിയിൽ നിങ്ങളുടെ പ്രാഥമിക ആവശ്യത്തിന് പോയാൽ ചിലപ്പോ അവിടെ ഡാഷ് അടിച്ച ആളില്ലേ, ഡാഷ് അടിച്ച ആൾ വെച്ചിട്ടുണ്ടാവും, അയാൾ ഡാഷ് അവിടെ ഉണ്ടാവും. അതെന്താന്ന് മനസ്സിലാക്കുക. അത്രയും ഗുരുതരായിരിക്കും ബാത്റൂമിന്റെ ഒക്കെ അവസ്ഥ. ഇതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നത് നമ്മൾ അങ്ങനെയുള്ള ജീവിതത്തിൽ പറഞ്ഞതുകൊണ്ട്. നമ്മളെപ്പോഴും നല്ല ഫ്രഷായ ബാത്റൂം പോയി നല്ല ഫ്രഷായ ഭക്ഷണം മാത്രം കഴിച്ച് നല്ല വീട്ടിൽ കടന്നുറങ്ങി ജീവിച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ത്യാഗപൂർണമായ ജീവിതം നമ്മളെ കടന്നു വരുമ്പോൾ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല, നമുക്ക് സാധിക്കില്ല. ആരും ഉറങ്ങുന്നുണ്ടാ? വൈകുന്നേരം ഉറങ്ങുന്നാൾ വിളിക്കണ്ടേ? ശുക്കൂർന്ന് വിളിക്കണം. എന്താ വിളിക്കണ്ടേ? ഒരു ഉറങ്ങല്ലേ? അങ്ങോട്ട് നോക്കണേ. ഉറങ്ങാൻ പാടില്ല. ശുക്കൂറിന്റെ കഥ പിന്നെ പറയാം. എവിടെയാ പറഞ്ഞ മക്കളെടുത്തി. അതുകൊണ്ട് ഡ്രീം കൃത്യമായിട്ട് വെക്കണം. ഞാൻ ഏതായാലും നേരത്തെ പറഞ്ഞത് പൂർത്തിയാക്കാൻ അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരുപാട് കാലം പഠിച്ചു. പഠനം കഴിഞ്ഞു. എൻ്റെ ഉമ്മ പറഞ്ഞു ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞു. നമുക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങി. എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലെങ്കിലും ജ്യേഷ്ഠന്മാരും മറ്റൊക്കെ പൈസ തന്നു. നീ എൻ്റെ ഉമ്മാനോടെ പോകണം എന്ന് പറഞ്ഞു. കാരണം ഞാനേ മുന്നേറിയിട്ടുള്ളൂ. അങ്ങനെ പോയി. ഇതെന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടി പറയാണ്. ഞാൻ ഇതെന്നെ പൊക്കി പറയല്ല കേട്ടോ. നമ്മുടെ ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുന്ന കരുതി മാത്രം പറയുന്നതാണ്. ഞാൻ വല്ല മഹത്തുള്ള ആളാനോട് എന്നല്ല. അള്ളാഹു നമുക്കൊന്ന് അഹങ്കാരം നൽകാതിരിക്കട്ടെ. അള്ളാഹു തന്നെ വിനയം അള്ളാഹു നൽകട്ടെ. പറഞ്ഞു വരുന്നത്, അങ്ങനെ ഉമ്മയെ കൂട്ടി ഹജ്ജിന് പോയിട്ട് ഞാൻ ഇന്ന് ഓർക്കാണ്, ആ മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ മുന്നിൽ ആദ്യത്തെ കവാട് ഇങ്ങനെ കടന്ന് വെച്ച് കാബ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, ഉമ്മ ഇതാണ് മസ്ജിദുൽ ഹറാം. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ജീവിച്ചത്. ആ ദൂരെ കാണുന്ന കറുപ്പ് കണ്ടോ, അതാണ് കാബ. അവിടെ ആ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെ ലൈറ്റ് കണ്ടോ, അവിടുന്ന് തവാഫ് തുടങ്ങേണ്ടത്. ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മ ഇതുമ്പി കരയാണ്, അതേ കരച്ചിലാണ്. ഈ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒരുപക്ഷെ യാത്ര ക്ഷീണായിട്ടാണോ എന്നങ്ങനെ 82 വയസ്സെന്ന് ഉമ്മാക്കാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്. ഞാൻ ഇളയ മോനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മാക്ക് ക്ഷീണമാകുന്നുണ്ടോ, റൂമിലേക്ക് തിരിച്ചു പോകണം, എന്താ പ്രശ്നം, എന്താ ഇതിനിങ്ങനെ കരയുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞെന്താ അറിയോ, മോനെ നിന്നെ പോലെ പഠിച്ചൊരു മകനെയും കൊണ്ട് ഈ പള്ളിയുടെ മുറ്റത്തെത്തണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നല്ലോണം ദുആ ചെയ്തിരുന്നു. ആ ദുആന്റെ ഉത്തരം എനിക്ക് കിട്ടിയ സന്തോഷം കൊണ്ട് ഞാൻ പൊട്ടി കരയാണ്. അപ്പൊ ഇതേപോലെ ഞാൻ എന്നെ പറയുന്നത് എൻ്റെ മഹത്വം പറയില്ല. ഈ രീതിയിൽ നമ്മുടെ ഉമ്മമാരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. എല്ലാവരും തീരുമാനിച്ച ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ, ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ സന്തോഷിപ്പിക്കും. എനിക്ക് വേണ്ടി വെയിൽ കൊണ്ട, എനിക്ക് വേണ്ടി തണുപ്പ് കൊണ്ട, എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ സന്തോഷിപ്പിക്കും. ശരിയല്ലേ? നമുക്ക് വേണ്ടി ഏറ്റവും പേര് കൊണ്ടാണ് ആരെന്നെ ഓർത്ത് പറഞ്ഞു. ഇതൊന്നും ഉണ്ടാത്ത ബാപ്പയല്ലേ? എല്ലാവരും പറഞ്ഞോളൂ, ബാപ്പ കൊണ്ട വെയിലാണ് എൻ്റെ ഇന്നത്തെ തണല്. ബാപ്പ കിടന്ന പട്ടിണിയാണ് എൻ്റെ ഇന്നത്തെ ഭക്ഷണം. ബാപ്പ ഉറക്കൊഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞു
പറഞ്ഞത് ശരിയല്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിനൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാപ്പാരോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും സന്തോഷിപ്പിക്കണം, വേണ്ടേ? അതേപോലെ എല്ലാവരും പറഞ്ഞോളൂ, ഉമ്മ പറഞ്ഞോളൂ, ബാപ്പയെ കാണിച്ചു തന്നു, ബാപ്പ ഉസ്താദിനെ കാണിച്ചു തന്നു, ഉസ്താദ് അള്ളാഹുവിനെ കാണിച്ചു തന്നു. ശരിയല്ലേ? നമുക്ക് അള്ളാഹിനെ കാണിച്ചു തന്നാലാ ഒന്നും ഉണ്ടാത്ത ഉസ്താദുമാരല്ലേ? എനിക്കിത് പറയുമ്പോൾ സങ്കടം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്ത. അതുകൊണ്ട് മക്കളെ ഈ മേഖലയിലേക്ക് നമ്മൾ വിജയിക്കണം. ഇവിടെ മാതാവ്, പിതാവ്, ഗുരുനാഥനുമായ അവിടെ ജാതി മതം നോക്കണ്ട കേട്ടോ. പഠിപ്പിക്കുന്ന ഏത് ടീച്ചറാണെങ്കിലും ജാതി മതം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും അവരൊക്കെ ബഹുമാനിക്കും. അവരൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് കാത്തിരിക്കുന്നുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ ഉത്തരവാദിത്വം. അതുകൊണ്ട് എല്ലാവരും ഡ്രീം എഴുതിക്കോ. ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ മനസ്സിന് സെറ്റാകാൻ വേണ്ടിയാണ്. ആ 4ാമത്തെ ഡ്രീം എഴുതി. ഡ്രീം നേരത്തെ ഉള്ളത് എഴുതാം. ഇപ്പൊ ഇതെല്ലാം കേട്ട് നോക്കുമ്പോഴേക്ക് എവിടെയെങ്കിലും എത്തണമെന്ന് തോന്നുന്ന ആളുണ്ടാവും. എവിടെയെങ്കിലും എത്തണം. അങ്ങനെ ഇപ്പോൾ ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. എഴുതി വെച്ചോ. നിങ്ങളുടെ ഡ്രീം ഒന്നും കിട്ടുന്നില്ല, ഒരാളൊന്നും എഴുതുന്നുണ്ട്. നിങ്ങളുടെ നല്ല ഡ്രീം വെറുതെ എന്തെങ്കിലും എഴുതിയേക്കല്ലേ, പൈലറ്റ് ആവണമെന്ന് എഴുതുന്നതാണ്. വെറുതെ ലോക തള്ളല് എഴുതി വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, നിങ്ങൾക്ക് പ്രതീക്ഷ ഉള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. നല്ല ഡ്രീം എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ചില്ലേ? ആരെങ്കിലും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഇവിടെ പൊതുവായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും. ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. കിടക്കട്ടെ അല്ലേ? ഇനി അടുത്തത് വേറെ 2 ലൈനുണ്ടല്ലേ, 2ഉം 3ഉം. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അഥവാ എന്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസിൽ നിന്നും എനിക്ക് എവിടെ എത്തണം? എന്റെ ഡ്രീമിലേക്ക് എത്തണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെന്തോ ശ്രദ്ധിക്കുന്നില്ലേ? ഈ ഡ്രീമിലേക്ക് എത്തുവാനുള്ള ഒരു യാത്രയാണ് ആ ഏറോ മാർക്ക് അല്ലേ? ആ യാത്രക്കിടയിൽ 2 ബ്ലോക്കാണ് എനിക്കുള്ളത്. ഇത്ര 2 ബ്ലോക്ക്. ഇന്ന് ഉള്ള സമയത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കട്ടോ. സമയം കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു അവസരം ബാക്കി എടുത്തൂടെ? എന്തെങ്കിലും അഭിപ്രായം? ചിലപ്പോൾ ചില ആൾ ഇയാൾക്ക് ആദ്യം നമുക്ക് പൈസ കൊടുക്കേണ്ടതാണ്. പൈസ ഇല്ലെങ്കിൽ തരത്തിലുള്ള ക്ലാസ്സിന് മുന്നേ അങ്ങോട്ട് പോയിക്കൂടെ? ഇവിടെ നേരത്തെ ഞാൻ വന്നിറങ്ങുമ്പോഴേ സാധാരണയിൽ ചില സ്ഥലങ്ങളിലേക്ക് കൂട്ടാൻ വന്നാൽ ആ നാട്ടിൻ്റെ ഭയങ്കര സംഭവമാക്കി പറഞ്ഞുതരാം. അവിടെ ആനയുണ്ട്, ചേനയുണ്ട്, അവിടെ എത്തുമ്പോൾ ആകാശത്തിലേക്ക് പോകുന്ന റോക്കറ്റ് ഉണ്ട് എന്നൊക്കെയോ പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമാക്കും. ഞാനിവിടെ വരുമ്പോൾ എന്നെ കൂട്ടാൻ വന്ന ആൾ നേരെ തിരിച്ചാ പറഞ്ഞു, അവിടെ എല്ലാം ഉണ്ട് ഉസ്താദ്, പക്ഷേ മദ്രസൻ്റെ എല്ലാം വളരെ ദയനീയമാണ്. അങ്ങനെ കുറേ ഒരു വിഷമകരമായ വളരെ വിഷമമുണ്ടാക്കുന്ന അവസ്ഥ പറഞ്ഞു. നല്ല എല്ലാ സെറ്റപ്പും ഉണ്ട്, പക്ഷേ പല സംഗതികളും അവിടെ ഇല്ല. നല്ല വിശാലമായി കെട്ടിട്ടുണ്ട്, ഒന്നും അവിടെ നടക്കുന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടാക്കിയെടുക്കണം. മദ്രസ ഏതായാലും ഈ ചാവിനെ മുന്നോട്ട് പോകും തോന്നുന്നില്ല, മറ്റെന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ മനസ്സിലാക്കിയത് ചെറിയൊരു മുട്ട പോലത്തെ ഒന്നും ആയിരിക്കും എന്നാണ് മനസ്സിലാക്കിയ സ്ഥാപനം. ഇവിടെ നോക്കുമ്പോൾ വിശാലമായ നല്ല സ്ഥാപനം. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടാമെന്ന വ്യക്തിയോട് പറഞ്ഞു, പണ്ടൊക്കെ ജിന്നുകൾ പള്ളി മദ്രസയിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടു. അങ്ങനെ ജിന്നിനെ കിട്ടുമെങ്കിൽ നമുക്ക് ഇതുവരെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ നല്ല മദ്രസ നോക്കിയാൽ അത് അൽഹംദുലില്ലാ പറഞ്ഞോ. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഇന്ന് ഉപയോഗിക്കാൻ കുറെ മാർഗങ്ങളൊക്കെ ഉണ്ട്. 1-2 മാർഗം ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താം, പിന്നീട് കുറച്ച് നിങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ന് അക്ഷരജ്ഞാനം ഇല്ലാത്ത കുറെ കുട്ടികളുണ്ട്. നമ്മൾ അവരെ ബുദ്ധിയില്ലാത്തവരായി തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും, മലയാളം, അറബി, ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് ജയിപ്പിച്ചു വിടും, മദ്രസയിൽ നിന്നും അത്യാവശ്യം ഒപ്പിച്ചു വിടും. ഖുർആൻ ഓതാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോ ഒരുതരം പഠന വൈകല്യമാണ്. എന്നാൽ പഠന വിഷയത്തിൽ ഉണ്ടാകുന്ന ചില വൈകല്യങ്ങളാണ്. ഇപ്പൊ ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ,
അവർക്ക് നിങ്ങൾ തന്നെ പറയുന്നുണ്ടാവും ഓർക്ക് ബുദ്ധിയുണ്ട്, ഓൻ ഭയങ്കര സംഭവമാണ്, പക്ഷെ ഒരു വസ്തു പഠിക്കൂല. എവിടെ നിന്നോ നമുക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. സ്കൂളിലും മദ്രസയിലും നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ എന്താണ്, നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. മാർക്ക് കുറഞ്ഞവരല്ല എന്താണ്, ഇതൊന്നും ഉണ്ടാത്ത ബുദ്ധി കുറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണ്? ഇത് തെറ്റാണ്. മനസ്സിലായില്ലേ? അവിടെ മനസ്സിലാക്കേണ്ടത് സ്കൂളിലും മദ്രസയിലും എത്തിയാൽ അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സ്പെഷ്യൽ കഴിവായിരിക്കുന്നത് ഈ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത്. തിരിഞ്ഞോ? മറ്റേ കുട്ടിക്ക് ആ കഴിവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതേസമയം ചിലപ്പോൾ മദ്രസന്റെ പുറത്ത് ഈ പഠിക്കുന്ന കുട്ടിയേക്കാൾ കഴിവുള്ളവരാരായിരിക്കും? ആരായിരിക്കും? മറ്റേ കുട്ടിയായിരിക്കും. ഇപ്പൊ നിങ്ങളൊരു രഹസ്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നല്ലോ കേട്ടോ. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഹിഡിലൻ ബിസിനസ് നടത്തുന്നത് 60% SLC പൈലറ്റായ ആൾക്കാരാണെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൈലറ്റ് ആവണ്ടേ? പറഞ്ഞോളൂ ശില, പറഞ്ഞോളൂ. ക്ലാസ്സിൽ വിജയിക്കും, ജീവിതത്തിൽ തോറ്റുപോകും. മറ്റു ചിലർ ക്ലാസ്സിൽ പരാജയപ്പെടും, ജീവിതത്തിൽ വിജയിക്കും. ഇപ്പൊ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ആരെക്കുറിച്ച് LD കാറ്റഗറി സയന്റിസ്റ്റുകളുടെ പേരുകൾ. LD കാറ്റഗറി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ ഒരു പേര് ആരെ വരികയെന്നറിയാം? ഒന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. മറ്റൊന്ന് നമ്മളെ ബൾബ് കണ്ടുപിടിച്ച ആളല്ലേ, എന്താണ് പേര്? തോമസ് ആൽവാ എഡിസൺ. ഇവരെ രണ്ടുപേരെ കുറിച്ച് പറയുന്നത് പഠിക്കുന്ന കാലത്ത് എത്തുമ്പോൾ അതിനറിയില്ല. ശരിക്കും ബുദ്ധിക്കുറവൊന്നുമില്ല കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് സാധാരണ കേട്ടുകേൾവി ഒരു കഥയുണ്ട്. അത് എവിടെയും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, സാധാരണ എല്ലാം പറയുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ടീച്ചർ ഒരു ദിവസം പറഞ്ഞു, എന്തോ എഴുതാൻ പറഞ്ഞ് എഴുതിയിട്ടില്ല, പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ല. ദേഷ്യത്തോടെ ടീച്ചർ പറഞ്ഞു, നീട്ടണ കൈ എന്ന് പറഞ്ഞു. കൈ നീട്ടി. കൈ നീട്ടിയപ്പോൾ കൈ മൊത്തം കച്ചറയാണ്. കാരണം എന്താ, ഈ കുട്ടി പല ഇരുമ്പ് കൊണ്ട് മറ്റൊന്നും കളിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ടീച്ചർ പറയാ, ഇത്രയും വൃത്തികെട്ട കൈ ഈ ക്ലാസ്സിൽ വേറെ ഏതാ ഉള്ളത്? ഈ വാക്ക് നിങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് പറഞ്ഞപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞെന്താ അറിയോ? ഒരു കൈയല്ല, ഇതല്ല വേറൊരു കൈയും കൂടി. അയാളെ കഴിഞ്ഞ മാറ്റി രണ്ട് കൈ. ഇത് ശരിക്കും പറഞ്ഞ ബുദ്ധിയല്ലേ? ശരിക്കും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അയാളുടെ തലച്ചോറ് കഷ്ണങ്ങളാക്കി ലോകത്ത് പല സ്ഥലങ്ങളിലേക്കും പഠനത്തിന് അയച്ചു കൊടുക്കുന്നവർ. അത്രയധികം കണ്ടുപിടുത്തം അയാൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തോമസ് ആൽവാ എഡിസൺ തന്നെ സ്കൂളിൽ നിന്ന് 6ഓളം സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ഏതോ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങളുടെ മകനെ ഇനി മേലിൽ ഈ സ്കൂളിലേക്ക് അയക്കാൻ പാടില്ല, നമ്പർ 1 പൊട്ടനാണോ, ഇങ്ങോട്ട് അയക്കരുത് എന്ന് പറയുകയും ആ കുട്ടിനെ അമ്മ ഏറ്റെടുക്കുകയും അമ്മ പറഞ്ഞ, മോനെ നീ പൊട്ടനൊന്നല്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാവില്ല. അങ്ങനെ അമ്മ പഠിപ്പിക്കുകയും അമ്മ കൊടുത്ത കൃത്യമായ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ പരിഹാരത്തിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. ആ കുട്ടിയാണ് പിന്നീട് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമായ വൈദ്യുതി ബൾബ് കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുമ്പോൾ 1000ഓളം ബൾബുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ 1000ഓളം ബൾബുകൾ കത്തിച്ചു വെച്ചിട്ട് ഇതിലേതാണ് ഒറിജിനൽ ബൾബ്, അതാണ് ലോകത്തെ സമർപ്പിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടി നട്ടപ്പാതിര വരെ ഉറങ്ങാതെ ഈ ബൾബിന്റെ മുന്നിലിരിക്കും. ഇത് ഏതാണ് പൊട്ടുക, ഏതാണ് പൊട്ടാത്തത്? 1000 ബൾബും പൊട്ടിത്തെറിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇത്രേ നമ്മളാണെങ്കിൽ ഒരു ഗോൾ പൊട്ടുമ്പോഴേക്കന്നെ മതിയപ്പോ ഇത് ബലം നടക്കാത്ത കാര്യം, ഇതൊന്നും നടക്കൂല. അല്ലെങ്കിൽ എന്താ പറയാ, ഞാനിത് ആക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അമർക്ക നോക്കി, അയാള് ഭയങ്കര കണ്ണ, അയാളെ ഓട്ട കണ്ണാണ്, അയാളെ നോട്ടം കാണും. ഞാൻ മനസ്സിലാക്കി ഇതൊന്നും എവിടെ എത്തും. നമ്മുടെ പൊതുവെ അങ്ങനല്ലേ, തോറ്റ വിഷയം ഒന്നുകിൽ കണ്ണന്മാരെ വരടിക്ക്, അല്ലെങ്കിൽ സീറന്മാരെ വരടിക്ക്, അല്ലെങ്കിൽ ശൈത്താന്റെ വരടിക്ക്.
എനിക്കങ്ങ് ചെയ്താലൊന്നും അതുമില്ല. ഇപ്പോ ഞാനെന്നല്ലടാന്ന് പറയുള്ളൂ. ഇപ്പൊ കുറെ ആള് കുറെ വിധിയിലൂടെ രക്ഷപ്പെടും. പറഞ്ഞ് പടച്ചോന്റെ വിധി പറയും, പടപ്പിന്റെ വിധി, മുൻവിധി. ഈ 3 വിധിയായി ഇപ്പം പല ആളും പിറകോട്ട് പോകാൻ കാരണമായി പറയുന്നത്. മുൻവിധി എങ്ങനെയാ? ഓൻ പഠിക്കാൻ നിൽക്കുമ്പോ പണ്ടെന്റെ ഉപ്പരിങ്ങനെ തന്നെ വരും, അല്ലെങ്കിൽ എന്റെ കാരണവരല്ലോ ഇങ്ങനെ തന്നെയാണ് പിന്നെ പഠിക്കലെന്നല്ലേ വരും, അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്വഭാവം നോക്കിയില്ലേ? ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരിക്കുമ്പോ ഭാര്യ ഭർത്താവിനോട് പറയല്ല എന്നാ വേണ്ടി ചെക്കനെ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, സ്കൂളിൽ നിൽക്കുമ്പോൾ പറയാം. ആ ഭർത്താവ് പറയും ഞാനെന്നാ പറയണ്ടേ നിന്റെ മോനില്ലേ, അപ്പൊ നിങ്ങളല്ല നമ്മളെന്നെ, പക്ഷെ നിന്റെ ആ മൂത്ത ആങ്ങളില്ല പൊട്ടനാങ്ങൾ അതിൻ്റെ അതേ കളിയാവും. എനിക്ക് ശരിക്കും മനസ്സിലായി തിരിഞ്ഞോ? അപ്പൊ ഈ പെണ്ണിനെ ചൂടായിട്ടുണ്ടാവും. പെണ്ണിങ്ങനെ ചിന്തിക്കും ഞാനിപ്പോ തിരിച്ചങ്ങോട്ടുണ്ടാവും പറയുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയും നിങ്ങൾ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ശരിക്കും നിങ്ങളെ മൂത്താപ്പില്ലേ പൊട്ടൻ മൂത്താപ്പ അതിൻ്റെ അതേ പോലെ നടത്തം മൂലം തന്നെ. ഇതാണ് മുൻവിധി. നേരത്തെയുള്ള ആരെങ്കിലും ഒരാളുടെ പിന്നെ ചാർത്തിക്കളയും, നമ്മൾ രക്ഷപ്പെട്ടല്ലോ. മറ്റൊന്ന് പടച്ചോന്റെ വിധി പറയുന്നത് അല്ല, നീ എന്താണ് പഠിക്കാത്ത എന്റെ പടച്ചോന്റെ വിധി. നീ SLC തോറ്റുപോയ അതാണ് വിധി, വേറെ പറയും. അള്ളാഹുവിന്റെ വിധിയൊക്കെ പറഞ്ഞേക്കാം. ഇത് ഏതുപോലെ എന്നറിയോ? ഒരു ചങ്ങായി നല്ല ബൈക്ക് വാങ്ങി, ഒരിങ്ങനെ ബൈക്ക് എടുത്ത് പോവാ. അപ്പൊ നാട്ടുകാരെന്താ പറയാ, ഏയ് ബൈക്കെല്ലാം നല്ല തന്നെ, പക്ഷെ റോഡിൽ അങ്ങനെ ശ്രദ്ധിക്കണം, ഇന്ത്യ ഒടുക്കത്തെ പോക്ക് പോകാൻ പാടില്ല. അപ്പൊ ഇവൻ നിങ്ങൾക്ക് എന്താ, എന്റെ വണ്ടി സർക്കാർ റോഡ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ഇവൻ വീണ്ടും എടുത്ത് പോവാ. ഇങ്ങനെ പോയിക്കൊടുക്കുമ്പോൾ നാട്ടുകാർ പറയില്ലേ നീ എന്തീ കളിക്കുന്നത്? അപ്പോഴും പറയാ നിനക്കെന്താ, എന്റെ വണ്ടിയല്ലേ ഞാൻ നോക്കണ്ടേ? ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് നാട്ടുകാർ എന്താ പറയാ, പറഞ്ഞോ ഓനെല്ലാം അനുഭവിക്കുന്നു അല്ലേ, വീണിട്ടാൻ വാരക്കുന്നുണ്ടാവും. അങ്ങനെ എവിടെയെങ്കിലും വീണാ എന്താ സംഭവിക്കുക? അപ്പൊ ചായ കൊടുക്കല ആ കാലം പോലെ മനസ്സിലായില്ലേ? ചായ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏറ്റവും രുചിയുള്ള ചായ ഏതാ പറഞ്ഞ? ഞാൻ പറയട്ടെ, തീരെ കിട്ടാതെ കിട്ടുന്ന ചായ ശരിയല്ലേ? ചായ ആഗ്രഹിച്ച് കിട്ടാൻ കിട്ടുമ്പോൾ ആ ചായക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നല്ല രുചിയുള്ള ചായ വരാൻ പോകുന്നത് ആരും സംബന്ധിക്കാൻ പാടില്ല. ചായയിലേക്ക് ചിന്തിക്കല്ലേ, നന്ന ദാഹം നിങ്ങൾ പോയി പിന്നെ വെള്ളം പിടിച്ചോട്ടോ. ആ പറഞ്ഞ വിഷയത്തിൽ മക്കളെ. അപ്പൊ അങ്ങനെ ബൈക്കെടുത്ത് ഇവൻ പോകുന്നതിനിടെ വീണ് ഇവന്റെ കൈയും കാലം പൊട്ടി, ഇവനെ പെറുക്കി കെട്ടി വണ്ടി എടുത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ ICU കൊണ്ടുപോയിട്ട് അടിച്ച് കയറ്റി അല്ലേ. അങ്ങനെ ബോധമൊന്നുമില്ല. കുറെ കഴിഞ്ഞ് കുറെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഫിറ്റാക്കി ആൾക്ക് ബോധം വന്ന് ഇവൻ പുറത്തേക്ക് ഇവൻ ചന്ദ്രന്ന് വന്ന പോലെ ഇങ്ങനെ കുറെ ബാൻഡേജ് ആയി കയറി വരിക. അങ്ങനെ ഇവനെ കൊണ്ടുപോയിട്ട് ജനറൽ വാർഡ് കിടത്തി നമ്മളെ കാണാൻ പോവാം. നമ്മളെ മനസ്സിലെന്താ ഉണ്ടാവുക, ആ അമ്മനെ കൊണ്ട് 500 രൂപ പോയി എന്നല്ലാണ്ട് എത്ര പറഞ്ഞല്ലേ അവനോട്. പക്ഷെ വരാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോ നമ്മുടെ ചെറിയ ബന്ധമില്ല അല്ലേ. അങ്ങനെ പോയി അവിടെ എത്തി ഈ നാരങ്ങ ഈത്തപ്പോലെ അവിടെ വെച്ച് ഓരോട് ചോദിക്കുക, അല്ലാടാ എന്താ പറ്റിയ? അള്ളാന്റെ വിധി എന്നല്ലാണ് ഞാൻ നന്മ പറയണ്ടേ. ഓരോ ആൾക്കാർ വെറുതെ വിടോ? ബാക്കിയുള്ള കാലം ഒഴിച്ചു കൊടുക്കൂലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് നമ്മളെ പലരും സ്കൂളിൽ പഠിക്കുന്ന കാലത്തും മദ്രസയിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്തൊക്കെയോ തോന്നിയ പോലെ കളിച്ചിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, പെടുന്നിടത്ത് ആരെ പരടിക്കിടുക, ആ അള്ളാന്റെ പരടിക്കളച്ചിട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എൻ്റെ കൗൺസിലിങ്ങിന് കുറേ ഫാമിലി ഉണ്ട്. അപ്പോ ഞാൻ ചോദിക്കും, ഈ ചില ഭാര്യമാരോടുള്ള എൻ്റെ ഇപ്പം എന്താ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഇപ്പോയത്? അള്ളാന്റെ വിധി എന്നല്ലാണ്ട് കാരണം. അപ്പൊ നിങ്ങൾ ഇതിന് കാരണമല്ല, ഞാൻ കാരണം എന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് സംഭവം എന്നറിയാൻ പെട്ടെന്ന് ദേഷ്യം പിടിച്ചു. അതങ്ങനെ അതെന്റെ ഉപ്പേരൊക്കെ തന്നെ പോലും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യം പിടിക്കണം. അതങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടാവും, വേഗമൊന്നും മാറൂലോ. മാത്രമല്ല എനിക്ക് പണ്ട് ആരോ എന്തോ ചെയ്തതിന് പോലും ഇങ്ങനെ ആരല്ലോ പെരടി കിട്ടങ്ങ് രക്ഷപ്പെടുക. ശരിക്കും പറഞ്ഞാല് പല ആളിന്ന് രക്ഷപ്പെടുന്നത് ശൈത്താനുള്ളതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞേ കുറെ കണ്ണും ഇതൊന്നും ഇല്ലാന്നല്ലോ കേട്ടോ.
ഇതിന്റെ പെരടയിലിട്ട് എങ്ങനെ രക്ഷപ്പെട്ട് കളയാം? അത് പാടില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? അത് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹ. നിങ്ങൾ ജീവിതം കൊണ്ട് കളിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്താവും? പരാജയപ്പെടും. ജീവിതത്തെ കൃത്യമായി നിങ്ങൾ തസ്കിയത്ത് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വിജയിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ശരിക്കുള്ള കാരണം ആരാ? ഇതൊന്നും ഉണ്ടാത്ത ആരാ? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ മാറിയാൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവുമല്ല. അപ്പൊ ഇത് പറയാൻ കാരണം മക്കളെ, തീർച്ചയായിട്ടും വിധി പറഞ്ഞു ഇനി മാറിയത്. നമ്മൾ വേണ്ടത് അങ്ങോട്ടേക്ക്, നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ നമുക്ക് എന്താണ് തടസ്സം അല്ലെ? പ്രധാനമായും ഞാനത് ചുരുക്കി പറഞ്ഞുതരാം. 2 തടസ്സമാണ്. ഒന്ന് ഇന്റേണൽ ബ്ലോക്ക്, മറ്റൊന്ന് എക്സ്റ്റേണൽ ബ്ലോക്ക്. അതാണ് ഒന്ന് ഇന്റേണൽ ബ്ലോക്ക്, മറ്റൊന്ന് ഞാൻ എന്തെങ്കിലും പറയാൻ വെച്ച് മറന്നുവെന്ന് ഓർമ്മപ്പെടുത്തണേ. ഞാൻ ഇത് മാറ്ററായിട്ട് വരുന്നതല്ലോ കേട്ടോ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ഇവരോട് എന്താ പറയാനുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉദ്ഘാടന ഭാഷണത്തിൽ എന്തോന്ന് മനസ്സിലായി. അവിടുന്ന് കയറാൻ വിളിച്ചു. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. ഒരിക്കലും ഇവിടെ ഇരിക്കുന്നവരൊരു മാറ്റർ തയ്യാറാക്കി ഞാൻ പറഞ്ഞതല്ല. പിന്നെ എവിടെ ഇരിക്കുമ്പോഴും ഞാൻ എന്നെ പറ്റി പൊക്കി പറയുന്നതല്ല. ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കല്, ഈ സദസ്സിന് എന്താണോ ഹൈറ് അതെന്റെ നാവിന്ന് പുറത്ത് കൊണ്ടുവരണേ എന്നുള്ള നിയമത്തോടെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഹയറായതായിരിക്കും എൻ്റെ നാവിലൂടെ വരുന്നത്. അഥവാ വല്ലതെവിടെയെങ്കിലും ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാതെ വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എനിക്ക് ഓർമ്മപ്പെടുത്തണം. എന്തോ പറയാൻ വിട്ടുപോയതുണ്ടാവും, ഇവിടെ നിന്ന് പറഞ്ഞു വെച്ച് പറയാൻ വിട്ടുപോയതുണ്ടാവും. മറ്റേ തോമസ് ആൽവ എഡിസനൊക്കെ പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം ചെയ്ത് ബൾബ് പൊട്ടിത്തെറിച്ചിട്ട് അതേ പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല. അതാണ് ഇതൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ 1000 ബൾബ് പൊട്ടിത്തെറിച്ചു. 1000 ബൾബ് പൊട്ടിത്തെറിച്ചപ്പോ നാട്ടുകാർ വന്ന് ഇദ്ദേഹത്തെ കളിയാക്കി. കൂട്ടുകാരൊക്കെ എനിക്ക് പണ്ടേ സോവില്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ല മോനെ. ഈ സമയത്ത് ആ കുട്ടി പറഞ്ഞെന്താ അറിയോ? എല്ലാരും പറഞ്ഞു നിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു, 1000 ബൾബ് പൊട്ടിത്തെറിച്ചു. അപ്പോ തോമസ് ആൽവാ എഡിസൺ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും വിജയത്തിലാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങളെ പറഞ്ഞു നീ ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇപ്പോഴും വിജയത്തിലാന്ന് പറയാൻ കാരണം പരിശ്രമം അല്ല. വിജയം എന്നുള്ള റിസൾട്ട് കിട്ടണ്ടേ? ഒരു ഗുഡ് റിസൾട്ട് കിട്ടണ്ടേ? ഇവിടെന്ത് ഗുഡ് റിസൾട്ടാണുള്ളത് ഇവിടെ? പൊട്ടാനുള്ള കാരണം മനസ്സിലായില്ല. ഒരു ലൈക്ക് കൊടുക്കാൻ ഞാൻ ലൈക്കിനോട് ഞാൻ കാണിച്ചതാ. അവന്റെ പേരെന്താ? മുഹമ്മദ്. എനിക്ക് മിഠായി പോക്കറ്റിൽ ഞാൻ കൊടുക്കുവായി. എനിക്കൊരു മിഠായി കൊടുക്കണേ. സംഘാടകരുള്ള പോയിന്റാണ്. ഒന്നെന്താണ് പൊട്ടാനുള്ള കാരണം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അല്ലെ? അടുത്ത് പറഞ്ഞോ, നിങ്ങളാ പറയുന്നത്. എന്താ ഒരാൾ പറയാം, അവനക്ക് 5 ലൈക്ക് അടിക്കണം. അല്ലേ ഇവൻ പറഞ്ഞതാണ് ശരിക്കുള്ള റീസൺ. ഇത് പല ചരിത്ര ഈ സൈന്റിസ്റ്റുകളുടെ ചരിത്രങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. ആ കുട്ടി നല്ല മോൻ എന്ന പേര് ചില പേരുടെ ഇമ്പോസിനെ പഠിക്കണ്ടേ. ഏതായാലും പോട്ടെ, നല്ല പേര് പേരിലാക്കട്ടെ. മോനോട് പറയാനുള്ളത്, മോൻ പറഞ്ഞ റീസണാണ് പല സയന്റിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ളത്. മോൻ പറഞ്ഞത് ഓരോ വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഓൻ പറഞ്ഞ കാരണമാണ് അവരൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 1000 മോഡലിലും ബൾബ് കത്തൂല എന്ന് മനസ്സിലായി. അയാൾ പറഞ്ഞ മറുപടിയാണ്, ഈ 1000 മോഡലിലും ബൾബ് കത്തില്ല എന്ന് എനിക്ക് തിരിഞ്ഞു. ഇനി അടുത്ത മോഡൽ നോക്കണം അല്ലേ? അത് ഏറ്റവും വലിയ വിവരമല്ലേ? അത് ഏറ്റവും വലിയ വിവരമല്ലേ? ഈ 1000 മോഡൽ കത്തൂല എന്നുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്. നല്ല മോഡൽ അള്ളാഹു ഖൈറിലാക്കട്ടെ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ കുട്ടികളിൽ നല്ല ഇപ്പം ബാക്കിലിരിക്കുന്ന വയസ്സുള്ളവരുടെ വൈകുന്നേരം നമ്മൾ പൊതുവെ പറയുന്ന ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കണക്കന്നല്ലേ ആണ്. അല്ലാത്ത പൊട്ടിത്തച്ച പിള്ളേർ എന്തൊരു സാധനങ്ങള്. ഇത് എല്ലാ കാലത്തും എല്ലാ രക്ഷിതാക്കളും അന്നത്തെ ചെറുപ്പക്കാർക്ക് ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലേ? ഇതൊന്നും ഉണ്ടായിട്ട് മുതിർന്നവരെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടാവും.
ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മക്കളിൽ നല്ല കുട്ടികളുണ്ട്, എല്ലാവരും നല്ലവരുണ്ടായിരിക്കും. പക്ഷെ എന്താ അറിയോ, പലപ്പോഴും ഡീൽ ചെയ്ത് കുഴപ്പമാക്കാം. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുറേയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ മനസ്സിലാക്കി നീങ്ങണം. കുട്ടികളെ നിങ്ങൾ പറയുമ്പോഴേക്ക് ഞാൻ അവിടെ പറയാം, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് കരണ്ട് പോയി നിൽച്ചു അല്ലേ, ഒന്നുമില്ല, മൈക്കുമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാവരും ഒന്ന് ആ കസേരത്തെ കുറിച്ച് മുന്നോട്ടിരിക്കുന്നു പറയും. അപ്പോൾ ഒരു കുട്ടി പറയാം, ഉസ്താദേ നമ്മളെല്ലാവരും ഇപ്പം അങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിയിരുന്നില്ല നല്ലത് ചോദിച്ചാൽ. എന്നാൽ ഇന്നത്തെ ആൾക്കാർ പറയാം, എൻ്റെ ഉപ്പാര വരുന്ന എൻ്റെ ഉപ്പ പഠിപ്പിച്ചേ, കുറച്ച് അളവ് കൊടുത്ത് പാടണം. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ് ശരിയല്ലേ അല്ലേ? ഇന്നത്തെ കാലത്ത് അങ്ങനെ എടുത്താൽ ഓരോ പൊന്ന് നേടി കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ മക്കൾ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉദാഹരണം ഇന്നിപ്പോൾ മദ്രസയിൽ രാവിലെ ഇന്ന് കുട്ടികളുടെ റിഹേഴ്സലാണ് എന്ന് പറഞ്ഞാൽ നെല്ലിന് പരിപാടിയുടെ റിഹേഴ്സലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിക്ക് മിഠായി ഉണ്ടാവുമല്ലോ, എൻ്റെ പോക്കറ്റിൽ മിഠായി ഉണ്ടാകുന്ന. അപ്പൊ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഉസ്താദെ തള്ള, ഉസ്താദെ തള്ള എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഒരു പ്രയോഗമാണ്, മനസ്സിലായില്ലേ? പണ്ട് കാലത്ത് നമ്മൾ പറയുന്നത് എന്ത്, ഉസ്താദ് വെറുതെ പറയുന്നതില്ലേ, അതിന്റെ ഒരു പുതിയ മോഡൽ വാക്കാണ്. അത് കേൾക്കുമ്പോൾ ചൂടാവരുത്, ഇതില്ലേ? ഇന്നത്തെ അങ്ങനെയല്ല. പണ്ട് തേപ്പുകാരൻ തന്നെ ആരാ, പണ്ട് തേപ്പുകാരത്തെ ചുമരേക്കുന്ന, ഇന്നോ ഇതൊന്നും ഇല്ലാത്ത, ഇന്ന് തേപ്പുകാരനെ മാറി. അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. മാത്രമല്ല പണ്ടത്തെ ബഹുമാനം എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ, ഒരു കസേരത്ത് കാണിച്ചാൽ, പണ്ടത്തെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഈ വഞ്ചി എന്ന് പറഞ്ഞാൽ ആദ്യ തലമുറയല്ല, ഒരു മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെയാണ് എന്നാൽ അതൊരു 2G ആയപ്പോ എങ്ങനെയായി പറഞ്ഞോ, 2G ആയപ്പോ പിന്നെ 3G ആയപ്പോ എങ്ങനെയായിട്ടുണ്ടാവും, അവർ ഇപ്പം തന്നെ വാങ്ങിക്കുന്നു. അപ്പൊ ഒരാള് വരുമ്പോ ഇങ്ങനെ ഇരുന്ന ബഹുമാനിച്ചത്, അത് 4G ആയാലും ചിലപ്പോ ഇങ്ങനെ അല്ലേ, അവർ ഇങ്ങനെ ഇരുന്നുണ്ടായി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഗതി ആ കുട്ടികളും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ തലമുറന്റെ ബഹുമാനം അങ്ങനെ. നിങ്ങളോട് മുതിർന്ന ആൾക്കാരുടെ കുറെ പറയും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഏറ്റവും എണീച്ചിരിക്കുന്ന ഏറ്റവും നല്ലത് എഴുന്നേറ്റിക്കന്നെ പറഞ്ഞു. പക്ഷേ പല വിഷയങ്ങളിൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്താൻ, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത്, ഒരു സ്ഥലത്ത് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും മാത്രം SLC പാസ്സായവർക്ക് മാത്രമേ ക്ലാസ് വെച്ചു. ആ ക്ലാസ്സിൽ എന്നെ ക്ഷണിച്ചു. ഞാനവിടെ പോയ സമയത്ത് മുമ്പഴേക്ക് സമയത്തിന് കുറച്ച് കുട്ടികൾ എത്തിയിട്ടില്ല. അവിടുത്തെ പ്രസിഡന്റ്, ജമാഅത്ത് പ്രസിഡന്റ് അയാൾക്ക് ദേഷ്യം പിടിച്ച് അയാളിങ്ങനെ പുറത്ത് നിൽക്കുക. അങ്ങനെ കുറച്ച് കുട്ടികൾ ആവേശത്തോടെ വരുമ്പോൾ എന്താണ് എനിക്കെന്നെ പണി, എനിക്ക് വല്ലാതെ സങ്കടമായി. അച്ഛനെ വിളിക്കാൻ നീ അവിടെ പറഞ്ഞത് ആ പ്രയോഗം തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. അങ്ങനെ ആവാതെ ഈ മക്കളെയൊക്കെ കളിപ്പിച്ചെടുക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള നല്ല ക്ലാസ്സുകൾ കൊടുത്താൽ തന്നെ എല്ലാവരും ശരിയാവും. സമയം ഒരുപാട് തീർന്നല്ലേ, ഞാൻ ഒരുപാട് ടൈം പോവാണ് ഇതിനുള്ളത്. ഏതായാലും നമ്മുടെ ഡ്രീമിലേക്ക് എത്തുന്നതിന് വിഘാതമാകുന്ന പലതും നമുക്കുണ്ടാവും അല്ലേ? ഇന്റേണൽ ബ്ലോക്കും പിന്നെ എക്സ്റ്റേണൽ ബ്ലോക്കും. എന്താ ഇന്റേണൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ചില ആൾക്കാർ വായന ഇങ്ങനെ കേട്ടോ, മനസ്സിലായോ? ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്ന് പറയണേ. ഹലോ ഹല ഹലോ ഹല 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 ഹലോ. ഇനി ഞാൻ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ അഹ അഹ പറയണം. 2 എന്ന് പറയുമ്പോൾ അഹ 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 എന്ന് പറയണം. 3 എന്ന് പറയുമ്പോൾ അഹ 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 എന്ന് പറയണം. 4 എന്ന് പറയുമ്പോൾ നിങ്ങൾ പരസ്പരം നോക്കിയിട്ട് എന്ത് ചെയ്യണം? അഹ 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 എന്ന് പറയണം. അപ്പോൾ പിന്നെ പറയല്ലേ, 1 2 3 ഇനി 4.
ഇത് ചിരിക്കാത്തവനെ ചിരിപ്പിക്കാനുള്ള ആക്ടിവിറ്റിയാണ്, മനസ്സിലായില്ലേ? ഉറക്കം കളയാൻ വേണ്ടി. ആ ഒന്നല്ലാതെ എഴുതേണ്ടത് നിങ്ങളെ ഇടത്തും വലത്തുള്ള കൈ കൊടുക്കണം. ഓക്കെ, ഞാൻ പറയുമ്പോ 1 2 3 സ്റ്റാർട്ട്. ഇടത്തും വലത്തുള്ള കൈ കൊടുത്തില്ലേ? കൈ കൊടുത്തില്ലേ? ഇനി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോ എല്ലാവരും തിരിഞ്ഞ് നിന്നിട്ട് പിറകിലുള്ള കൈ ഞാൻ പറയാ, എല്ലാവരും തിരിയും പാടും. 1 2 3 സ്റ്റാർട്ട്. ഒരു കൈ കിട്ടിയിട്ടില്ല, പാവങ്ങൾ നിങ്ങളൊക്കെ പൊട്ടന്മാരാ. എല്ലാവരും ഇതിന്റെ കൈ അവിടെ ഇരിക്കും. അത് ആദ്യത്തെ ഇതാ പറഞ്ഞ ഏത് കാര്യം ചിന്തിച്ച് ചെയ്യണം, മനസ്സിലായില്ലേ? ആരോഗ്യമാണ് ചെയ്താൽ കൊളാന്ന് പറഞ്ഞില്ല. എന്താണ് നിങ്ങൾ ചിന്തിക്കണ്ടേ? എല്ലാവരും ഇങ്ങനെ കൈ കിട്ടും. ആ അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യം ചിന്തിക്കാതെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീം എങ്ങനെ എഴുതണം? ചിന്തിച്ചാലോചിച്ചിട്ട് എഴുതി വെക്കണം. അപ്പൊ ആ ഡ്രീമിലേക്ക് പോകുന്നതിൽ തടയുന്ന ഒരു ബ്ലോക്ക് ഏതാണ്? ഇന്റേണൽ ബ്ലോക്ക്. ഇന്റേണൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്റെ പ്രശ്നം, വേറെ ആരും ഒരു കാരണമില്ല, ആര് മാത്രം? ഞാൻ മാത്രം. അടുത്തത് എക്സ്റ്റേണൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാല് ഞാനല്ല കാരണം മറ്റാരുമാണ്, ഞാനല്ല കാരണം മറ്റാരുമാണ്, അല്ലെ? ഇവിടെ നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ ഇന്റേണൽ ബ്ലോക്കും എക്സ്റ്റേണൽ ബ്ലോക്കും എഴുതി വെച്ചോളൂ. മൂന്നിന്റെ നേരെ അതാണല്ലോ ഇന്റേണൽ ബ്ലോക്ക്, അല്ലെ? 3 ഇന്റേണൽ ബ്ലോക്ക് എഴുതി വെക്കുക. പിന്നെ എക്സ്റ്റേണൽ ബ്ലോക്ക് ഏതാ? 2, അല്ലെ? ആ എക്സ്റ്റേണൽ ബ്ലോക്ക് ആദ്യം എഴുതി വെക്കുക. മൈ എക്സ്റ്റേണൽ ബ്ലോക്സ്, അല്ലെ? എന്റെ എക്സ്റ്റേണൽ ബ്ലോക്ക് എന്തൊക്കെയാണ് എന്ന് എഴുതി വെച്ചോ. ഉപ്പ ശരിയില്ല, ഉമ്മ ശരിയില്ല, പഠിപ്പിക്കുന്ന ഉസ്താദ് തീരെ ശരിയില്ല, അവിടുത്തെ ടീച്ചർ സ്കൂളിലെ ടീച്ചർക്ക് അത് പറയാനില്ല. നിങ്ങളല്ല അതിന് കാരണം, വേറെ ആരും അത് എഴുതി വെക്കുക. ചിലപ്പോൾ ഇതാ കിട്ടുന്നില്ല. എക്സ്റ്റേണൽ ബ്ലോക്ക് മനസ്സിലായിട്ടില്ലേ? നമ്മൾക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്തണം, ഇതൊക്കെയോ ആവണമെന്നുണ്ട്. പക്ഷെ നമ്മളല്ലാത്ത ആരോ നമ്മൾ എന്ത് ചെയ്യുന്നു? തടയുന്നു. അവര് മുഖേന ബ്ലോക്ക് വരുന്നുണ്ട്. ആ ബ്ലോക്കാണ് എഴുതി വെക്കേണ്ടത്. എക്സ്റ്റേണൽ ബ്ലോക്ക് എഴുതി വെച്ചോ. എന്താ സമ്മാനം കൊടുക്കാനുണ്ട്? നമുക്ക് ഇതും കൂടി പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ കുറച്ച് എനിക്കാണെങ്കിൽ പള്ളിയിലായാലും നമ്മുടെ ഇഷായ നടം മുഅദ്ദിൻ നാട്ടിൽ പോകുന്ന പറഞ്ഞു. ഇപ്പൊ അടുത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് മടുപ്പും വരും. മറ്റൊരു പ്രാവശ്യം നിങ്ങൾ വിളിച്ചവരൂലേ? എന്തൊന്നും ഉണ്ടാത്ത വന്ന് കുടിയോ? ഉസ്താമാറിപ്പോ എന്താ പറയുന്നത്? ഒരു വട്ടം കൂടി ഒരുമിച്ച് കൂടിക്കൂടെ? വേണം. ഞാനെന്ത് സംഭവിച്ചെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത് ഒരു ലോക്കൽ പരിപാടി ആയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കൊണ്ട് ഒപ്പിച്ചൊക്കെ പോവാം. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കാണ് നല്ല ഒരുക്കം, നല്ല പാവാടയുടെ കസേരയും സാരീത്യ മേശലും കാണുന്നത്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ആവേശം വന്നു. അതുകൊണ്ട് ഇത് ഒന്നും കൂടി നമുക്ക് വേണ്ട മക്കളെ. കുറച്ചുകൂടി ടൈം എടുത്തിട്ട് നിങ്ങളൊക്കെ അന്ന് വരുമോ? ഉറപ്പാണോ? ഞാൻ ആർ യു റെഡി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ് 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 ഐ ആം വെരി റെഡി എന്ന് പറയണം. ഓക്കെ, ആർ യു റെഡി? ഉറപ്പന്നല്ലേ? തൊട്ടടുത്ത് ക്ലാസ്സിന് വരാൻ പറ്റുന്നത് ഒരു ദിവസങ്ങൾ പഠിക്കാൻ വയ്ക്കാൻ പറഞ്ഞത്. നമുക്ക് ഈ ക്ലാസ്സിന്റെ ഒടുക്കത്തിൽ ഒരല്പം പിന്നെ ഒരു സൈക്കോ തെറാപ്പിന്റെ ചില ഭാഗമായിട്ടുള്ള ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് ചെറിയ മയക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയ വോയിസുകളൊക്കെ തന്നിട്ടൊന്ന് കരയിച്ചു വിടണമെന്ന് ആക്കാറുള്ളൂ. മനസ്സിലായില്ലേ? ശരിക്കും നമുക്ക് ഫീലിംഗ് ഉണ്ടാകുന്നത് നമ്മൾ ആരാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ്. ആ ഫീലിങ്ങോടുകൂടി നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് സമയം പിടിക്കും. അതുകൊണ്ട് അടുത്തൊരു ഡേറ്റ് നമുക്ക് ഇപ്പം തന്നെ കണ്ടാലോ? പറഞ്ഞു ഏതാ ഡേറ്റ്? ഇന്ന് ശനിയല്ലേ? അല്ലേ? അടുത്ത ശനി പറ്റൂല, അടുത്ത ഞായർ, പിന്നെ അടുത്ത ഞായറാഴ്ച എനിക്കെന്തോ പ്രശ്നമൊന്നും അറിയില്ല. അടുത്ത ഞായറാഴ്ച അല്ലേ? അല്ലേ? അടുത്ത ഞായറാഴ്ച എന്താ എനിക്കെന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഞാൻ ഈ കാര്യം അടുത്ത ഞായറാഴ്ച പറ്റുമെങ്കിൽ ഞാൻ അറിയിക്കും. പിന്നീട് അവരെ അറിയിക്കാൻ പ്രശ്നമുണ്ടോ? ഞായറാഴ്ച പ്രശ്നമുണ്ട് അല്ലേ?
ആ പിന്നെ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാന്നല്ലേ, സ്കൂൾ പിന്നെ ഈ ഒരു സെറ്റപ്പ് കിട്ടൂല. അതിൻ്റെ ഇടയിൽ പറ്റുമോ? ഈ വിധ തിങ്കളാഴ്ച ദർശനം ചെയ്യുക. അല്ലാ, എന്നാ പിന്നെ കുറെ അങ്ങോട്ട് നീണ്ട ഈ ഒരു പ്രശ്നം. നമുക്കൊരു കാര്യം ഏകദേശം മകരീവ് ശിശു വെച്ചിട്ട് അങ്ങനെ പ്രശ്നമില്ല. ഇവരൊക്കെ പോകുന്നു ബുധനാഴ്ചയിലേ പോകും അല്ലേ? അപ്പൊ ഇന്നിപ്പോ ശനി ഞായർ, ഞാൻ തിങ്കളാഴ്ച ഒന്ന് നോക്കിയാലോ മകരീവ് അല്ലേ? ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരുവേ, ബംഗാളുകൾ അങ്ങോട്ട് ഒന്ന് സഹിക്കേണ്ടി വരും. മനസ്സിലായില്ല? ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് പിടിച്ച് തോന്നുന്നു അല്ലേ? നമ്മൾ ചിരി കാണുമ്പോൾ 14 നവംബർ പോകുന്നതിനാകും. ഏതായാലും ഇത് ഇൻട്രസ്റ്റ് തലക്ക് പിടിച്ചാണ് ഉഷാറായി. മനസ്സിലായോ? എന്റെയൊക്കെ ജീവിതത്തിൽ എത്രയോ പെൺമക്കളെ ശരിയാക്കി 5000-ഓളം ലവ് അഫെയർ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാണ്. അതിലൊക്കെ നമ്മൾ ആ കുട്ടികളെ ഇരുത്തിയിട്ട് നമ്മുടെ മുന്നിൽ നിന്നും കാളിക്കരഞ്ഞ് സ്വന്തം കാമുകനെ കുളിച്ച ചീറ്റിയും വിളിച്ച് എഴുന്നേറ്റ് പോയ കുട്ടികളൊക്കെ. അതെന്തുകൊണ്ടാണ് ഇതുപോലെ ഇരുത്തി അവർക്ക് തിരിയുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും മക്കളെല്ലാം ഉഷാറായി ചിന്തിക്കും, നല്ല മാറ്റങ്ങളിലേക്ക് എത്തും. എന്നാ പിന്നെ നമുക്ക് തിങ്കളാഴ്ച മഗ്‌രിബിന് തീരുമാനം ഉറപ്പിച്ചു. ഉറപ്പന്നല്ലേ? നിങ്ങളെ കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ടിരണം. അതിനിടയ്ക്ക് ഈ സാധനം കണ്ടോ, ഇത് കളയാൻ പാടില്ലേ? ഏത് നിങ്ങളെ കയ്യിലെ പാഡ് കളയാൻ പാടില്ല. നിങ്ങളിപ്പോൾ അതിനിടയിൽ എഴുതി വെക്കേണ്ട വരുമ്പോഴേ നിങ്ങളുടെ ഇന്റേണൽ ബ്ലോക്ക് മൊത്തം എഴുതി വെക്കുക. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഉള്ളത് എഴുതുക, പൊതുവായിട്ടുള്ളത് എഴുതുക. തിരിഞ്ഞില്ലേ? ഉദാഹരണം മടി തിരിഞ്ഞോ, അതെല്ലാവർക്കും ഏകദേശം ഉള്ളതാണ് അല്ലേ? എന്നാലേ നമുക്ക് സെപ്പറേറ്റ് ഉള്ള സ്ഥലം ഉണ്ടാവും. എന്നാ ഭയങ്കര വിശ്വാസം പഠിക്കണം എന്നുണ്ട്. പക്ഷെ ബാത്റൂം കയറിയ 1 മണിക്കൂർ, അതേപോലെ തന്നെ കുളിക്കാൻ കഴിഞ്ഞാൽ, അതുപോലെ വെറു സംശയം. പിന്നെ ഒരു അസൈൻമെന്റ് എഴുതാൻ കഴിഞ്ഞാൽ 10 കടലാസ് കീറി എറിയണം, ചിന്തി എറിയണം, എന്നാലേ അസൈൻമെന്റ് ഉണ്ടാവും. ഇങ്ങനെല്ലായിട്ട് പഠിക്കാൻ മുമ്പെല്ലാം കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എഴുതാം, പൊതുവായിട്ടുള്ളത് ഇന്ത്യൻ ബ്ലോക്ക് 2 വരും, അത് എഴുതാം. പിന്നെ എക്സ്റ്റേണൽ ബ്ലോക്ക് എഴുതാം. നിങ്ങൾ എന്തെങ്കിലും ഉപ്പാന്റെ പ്രശ്നങ്ങളോ ഉമ്മാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരെയും കാണിക്കാൻ എഴുതി വെക്കാം. ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസിന്റെ ഒടുവിൽ നിങ്ങൾ എഴുതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാതൊന്നും വിഷയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പാപ്പാന്റെ ഉമ്മാന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് സംഘാടകരുടെ അറിവോടെ തന്നെ ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി ഇന്ന ഡ്രീമൊക്കെ വെച്ച കുട്ടിയാണ്, ആ കുട്ടി ആ ഡ്രീമിലേക്ക് എത്തുന്നതിന് തടസ്സം എന്താണ്? നിങ്ങളുടെ ചില ഉദാഹരണം പറഞ്ഞാൽ പാപ്പ മദ്യപാനിയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഇന്റേണൽ ഒരു എക്സ്റ്റേണൽ ബ്ലോക്കാണ്. ഈ കുട്ടിക്ക് ഉഷാറാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇയാളെന്താണ് കള്ളു കുടിച്ച് വന്നിട്ട് കുട്ടി ചീത്ത കളിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പഠിക്കാൻ, ഇറങ്ങി ഓടാനാ തോന്നാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം. ആരും അറിയാതെ എഴുതി വെച്ച് പിന്നീട് അറിയിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം നമുക്ക് പിരിഞ്ഞൂടെ? എന്നാലും വിഷമായ പിന്നെ ഉറങ്ങുന്നത് വിളിച്ചിട്ട് അത്തായില്ല എന്ന് പറഞ്ഞ പോലെ ഇല്ലല്ലോ. നമ്മുടെ സമ്മാനം കൊടുത്തൂടെ? അപ്പൊ തിങ്കളാഴ്ച മറന്നുപോവോ? മഗ്‌രിബ് നിസ്കാരത്തോടെ എത്തണേ. തിരിഞ്ഞില്ലേ? വരുമ്പോ അന്ന് രാവിലെ കുറച്ച് പറ്റുമ്പോൾ ഉറങ്ങിയിട്ട് വന്നാൽ മതി പകല്. കാരണം നമ്മളൊരു 10-10:30 ആകുമ്പോൾ ലാസ്റ്റ് നിർത്തും. അടുത്തൊരു ചായ തരും. ലാസ്റ്റ് 10:30യോടുകൂടി പിരിഞ്ഞ് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നമുക്ക് പിരിയണം. അങ്ങനെ ഉമ്മയുടെ സമീപത്തെത്തി ഉമ്മാന്റെ കൈ പിടിച്ച് സോറി പറഞ്ഞ് ഉമ്മാക്ക് ഒരു മുത്തം കൊടുത്ത് ജീവിതം തുടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെൺകുട്ടികളും പങ്കെടുത്താൽ വളരെ നല്ലതാണ്. ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്ന ആൾക്കാരോട് നിർബന്ധം വേണമെങ്കിൽ ബേക്കറി ഇരുന്നോട്ടെ. ഇനിയും നിങ്ങളെ കൂട്ടുകാരൊക്കെ സംഘടിപ്പിക്കുക. തിരിഞ്ഞോ? ഇവിടേക്ക് അവരെത്തിച്ചാൽ ചിലപ്പോൾ അവരെന്താവും വലിയ മാറ്റത്തിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ പോയിരുന്ന പറയണ്ടേ, എന്റെ ഈ ക്ലാസ്സിനെ 1-10 ആക്കിയിട്ടും 10-20 ആക്കിയിട്ടും പൊടിപ്പിച്ചൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങോട്ട് എത്തിക്കണം. അവര് ശരിയായ അതിന്റെ കൂലി നമുക്ക് കിട്ടും. അള്ളാഹു തആല ഖൈറാക്കട്ടെ. സമ്മാനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വാങ്ങി നമുക്ക് ചായ കുടിച്ച് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോട്ട് ആരും കളയരുത്, പേനയും കളയരുത്, എഴുതാൻ മറക്കരുത്.
ഇന്ന് നമ്മുടെ ഈ സംഗമം താൽക്കാലികമായി ഇവിടെ പിരിയുകയാണ്. മകരവിവാഹം കൊടുക്കാൻ ഈ നിമിഷങ്ങൾ മാത്രമേ വാക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന് നല്ലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിന് സഹകരിക്കേണ്ടത് നമ്മളെല്ലാവരുമാണ്. നമ്മൾ നന്നാവാനാണ് എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും വിഷയത്തിൽ കൃത്യത പാലിക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സസ് അത് പറഞ്ഞതുപോലെ വരുന്ന തിങ്കളാഴ്ച മഗ്‌രിബ് സ്കരിക്കാൻ എല്ലാവരും നമ്മുടെ പള്ളിയിലെത്തുക. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഇതിനെ തുടർന്നുകൊണ്ടുള്ള ക്ലാസ് ഇതിനേക്കാൾ വിവരമായി തന്നെ നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തന്നെ ഇവിടെ അവതരണം ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അതിന് എല്ലാവരും കൃത്യത പാലിക്കണം. നിങ്ങളൊക്കെ ഓരോരുത്തർ കൂട്ടുകാർ കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ.